വിശദമായ വാർത്തകൾ നോക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണം UDF ഭരണസമിതിയിലേക്കും 2017 നടന്ന കൊടിമര പുനർനിർമ്മാണത്തിൽ പ്രത്യേക കേസെടുത്ത് അന്വേഷണം നടത്താൻ ഹൈക്കോടതി SITക്ക് നിർദ്ദേശം നൽകി. പ്രയാർ ഗോപാലകൃഷ്ണൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലത്തായിരുന്നു പുനർനിർമ്മാണം. സ്വർണ്ണപ്പാളികളിൽ വീണ്ടും പരിശോധന നടത്താനും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് LDF പൂർണ്ണമായും പ്രതിരോധത്തിലാവുകയും ആ പ്രതിരോധത്തിലേക്ക് UDF LDFനെ നീക്കുകയും ചെയ്യുന്ന സമയത്താണ് ഇതിപ്പോൾ തിരിഞ്ഞു വരുന്നത്. LDF മാത്രമല്ല UDFും ഉത്തരം പറയേണ്ടി വരുമെന്നതാണോ സാഹചര്യം? നിലവിലെ സാഹചര്യം അത് തന്നെയാണ് ശ്രീജ. കാരണം ഇപ്പോൾ അന്വേഷണം വന്നിരിക്കുന്നത് ഇപ്പോൾ പുതിയ തലത്തിലേക്ക് ഒരു പുതിയ കേസ് കൂടി എടുക്കുന്നത് കാര്യം കൂടി അറിയിച്ചിരിക്കുന്നു. അതിന് അനുമതിയായിരിക്കുന്നത് 2017 കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസാണ് പുതുതായി വന്നിരിക്കുന്നത്. അന്ന് UDFന്റെ ഒരു ഭരണസമിതിയാണ് ഉണ്ടായിരുന്നത്. പ്രയാർ ഗോപാലകൃഷ്ണനായിരുന്നു ഇതിൻ്റെ ഭരണസമിതിക്ക് സാരഥ്യം നൽകിയിരുന്നത്. ഏതായാലും ഈ കാലത്ത് നിർമ്മിച്ച ഈ കൊടിമര നിർമ്മാണം സംബന്ധിയായ കാര്യങ്ങളിൽ അന്വേഷണം നടത്താനാണ് അപ്പോൾ തീരുമാനം ആയിരിക്കുന്നത്. പ്രധാനമായും അതിലേക്ക് തിരിയുന്നത് തന്ത്രിയുടെ വീട്ടിൽ നിന്ന് ഈ പരിശോധനയിൽ വാജിവാഹനമടക്കം കണ്ടെടുത്തതോടുകൂടിയാണ് ഈ അന്വേഷണം ഈ ദിശയിലേക്ക് അടക്കം മാറുന്നത്. എന്തായാലും അങ്ങനെ UDFന്റെ ഒരു കാലഘട്ടം കൂടി ഇതിലേക്ക് വരുന്നു എന്നത് തന്നെയാണ് ഈ നിമിഷത്തിൽ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഈ നിമിഷം അത്രയും തീർത്തും പ്രതിരോധത്തിലായിരുന്ന ഇടതുപക്ഷം, പ്രത്യേകിച്ച് CPM അടക്കം ഇതിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഒരു പുതിയ ദിശയിലേക്ക് അടക്കം അന്വേഷണം നീങ്ങുന്നു എന്നതാണ് പറയുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയ വാദങ്ങളാണ് നടന്നിരുന്നത്. പ്രത്യാരോപണങ്ങൾ നടക്കുമ്പോൾ UDF നേതാക്കളടക്കം പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ടായി. ഈ SITയെ സർക്കാർ ഉപയോഗിക്കുകയാണ്, പ്രത്യേകം രാഷ്ട്രീയ ലക്ഷ്യങ്ങളിലേക്ക് തള്ളിവിടുന്നു എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ നിലനിന്നിരുന്നു. അതിനുവേണ്ടി ഇവരെ ഉപയോഗപ്പെടുത്തുകയാണ്, അത് വരും ദിവസങ്ങൾ വ്യക്തമാകുമെന്നതെല്ലാം തന്നെ പറഞ്ഞിരുന്നു. ഒരുപക്ഷെ ഈ രീതിയിലേക്ക് അന്വേഷണം നീങ്ങുന്നു എന്ന് തന്നെയാണ് ഇത്തരം സൂചനകളിൽ നിന്ന് വ്യക്തമായിരുന്നത്. അതുപോലെ തന്നെ ആയിരിക്കുന്നു ഇപ്പോൾ 2017 UDF കാലഘട്ടം അടക്കമുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഇന്ന് കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചതിനു ശേഷമാണ് അനുബന്ധ നടപടികളിലാണ് ഈ കാര്യങ്ങൾ അത്രയും ഉണ്ടായിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും തന്നെ കോടതിയിൽ നിന്നുണ്ടായ ഒരു അനുമതി എന്ന് പറയുന്നത് കട്ടിലപ്പാളി ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ പരിശോധനയുണ്ട്. അതിൻ്റെ സാമ്പിൾ ശേഖരിച്ചുകൊണ്ടുള്ള പരിശോധന, സ്വർണം കൃത്യമായ അളവിൽ വന്നു, അതോടൊപ്പം തന്നെ ഈ സ്വർണം മാറ്റിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ തെളിയുന്നതിന് വീണ്ടും പരിശോധന നടത്താനുള്ള ഒരു അനുമതിയിലേക്ക് അടക്കം പോയിട്ടുണ്ട്. വീണ്ടും പരിശോധന നടത്താൻ അനുമതി നൽകിയിരിക്കുന്നു. ഈ ഫെബ്രുവരിയിൽ തന്നെ അതിൻ്റെ 12-ന് അതിൻ്റെ സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ട് ആ പരിശോധനയ്ക്ക് അയക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. മറ്റൊരു ഏജൻസി കൂടി പരിശോധിക്കട്ടെ എന്നാണ് ആ കോടതി പറഞ്ഞിരിക്കുന്നത്. നേരത്തെ VSSC ആയിരുന്നു ഇത്തരം കാര്യങ്ങളിൽ പരിശോധന നടത്തിയിരുന്നതെങ്കിലും ഇതിപ്പോൾ മുംബൈയിലെ ബാബ ആറ്റോമിക് റിസർച്ച് സെൻ്ററിലേക്ക് അടക്കം, അവിടുത്തെ മെട്രോളജി ലാബിലേക്ക് അടക്കം പരിശോധനയ്ക്ക് നൽകാനാണ് നിർദ്ദേശം നൽകിയിരുന്നത്. അങ്ങനെ 2 ഏജൻസികൾ ഇക്കാര്യങ്ങളിൽ പരിശോധന നടത്തുന്നു എന്നതാണ് വളരെ ഗൗരവതരമായ രീതിയിലേക്കടക്കം ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ മാറുന്നു അല്ലെങ്കിൽ നീങ്ങുന്നു എന്ന് തന്നെയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫെബ്രുവരി 19-ന് ഈ കേസ് വീണ്ടും പരിഗണിക്കും. ഒരുപക്ഷേ ഹൈക്കോടതി നൽകിയിരിക്കുന്ന സമയപരിധി ഇതിനകത്ത് അവസാനിക്കുമെന്ന് തന്നെയാണ് അറിയുന്നത്. പക്ഷേ സമയപരിധി ഹൈക്കോടതി ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നീട്ടി നൽകുന്നത് തന്നെയായിരിക്കും. അതനുസരിച്ച് ഈ കുറ്റപത്രം അടക്കമുള്ള കാര്യങ്ങൾ നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും സമയപരിധി അടക്കം നീട്ടി നൽകാൻ തന്നെയാണ് സാധ്യത. വളരെ സുപ്രധാനമായ കാര്യങ്ങൾ തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്നത്. ഹൈക്കോടതിയിൽ നിന്ന് സമർപ്പിച്ച റിപ്പോർട്ടിൽ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ കൂടി പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും നിർണായകമായ പല കാര്യങ്ങൾക്കും ഹൈക്കോടതി അനുമതിയായിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനം വീണ്ടുമുള്ള പരിശോധനയ്ക്ക് ഹൈക്കോടതി അനുമതി നൽകിയത് എന്നത് തന്നെയാണ്. ഒപ്പം തന്നെയും പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചിരിക്കുന്ന മറ്റൊരു പ്രധാന കാര്യം 2017 കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം കൂടി ഹൈക്കോടതിയിൽ ഇക്കാര്യം കൂടി വ്യക്തമാക്കിയിരിക്കുന്നു എന്നതാണ്. ശ്രീജ, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ഇരു മുന്നണികൾക്കും ഒരേ സമയം വെല്ലുവിളിയാവുകയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള. UDF കൺവീനർ അടൂർ പ്രകാശിന് പിന്നാലെ ആന്റണി MPയെ കൂടി SIT ചോദ്യം ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ഇത് ഉയർത്തിയാണ് UDFനെതിരെ LDF പ്രചാരണത്തിനിറങ്ങുന്നത്. എന്നാൽ കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന റിപ്പോർട്ടുകൾ CPMനെയും പ്രതിസന്ധിയിലാക്കും.
ശബരിമല സ്വർണ്ണക്കൊള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇടതുമുന്നണിയെ മാത്രമാണ് പ്രതിരോധത്തിലാക്കിയെങ്കിൽ അതിന് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കിയത് UDF മാത്രമാണെങ്കിൽ ഇത്തവണ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യത്യസ്തമാകുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം ഇടതുമുന്നണി കഴിഞ്ഞ തവണത്തെ പോലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്തെ പോലെ പ്രതിരോധത്തിലാവുകയല്ല, മറിച്ച് പ്രത്യാക്രമണം നടത്തുകയാണ് UDF-നെതിരെ. അത് ആദ്യം അടൂർ പ്രകാശിനെ SIT ചോദ്യം ചെയ്തു. അടൂർ പ്രകാശ് പോറ്റിയുമായുള്ള അടുത്ത ബന്ധം സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ പുറത്തു വരുന്നു. എങ്ങനെ ഏറ്റവും സുരക്ഷ ഉള്ള വസതികളിലൊന്നായ ജൻ-10-ലെ സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് 2 തവണ ഈ സ്വർണ്ണ കട്ടയാളും സ്വർണം വിറ്റയാളും എത്തിയെന്ന ചോദ്യം, വാങ്ങിയ ആളും എത്തിയെന്ന ചോദ്യമാണ് ഇപ്പോൾ CPM ഉന്നയിക്കുന്നത്. അതിന് പിന്നാലെയാണ് പത്തനംതിട്ട MP ആന്റോ ആന്റണിക്കെതിരെ ഉള്ള ആരോപണം കൂടി. ആന്റോ ആന്റണി സ്വാഭാവികമായും ഈ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിന് പേരിൽ മാത്രമല്ല 2 കോടി രൂപ ആ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് ആന്റോ ആന്റണിക്ക് നൽകിയെന്ന കാര്യം കൂടി കോൺഗ്രസിനെയും ആന്റോ ആന്റണിയും പ്രതിരോധത്തിലാക്കുന്നുണ്ട്. സംസ്ഥാനത്തിൻ്റെ ഇപ്പോൾ ഈ SIT-യുടെ മാത്രമുള്ള അന്വേഷണമല്ല, അവിടെ ED-യുടെ അന്വേഷണത്തിൽ ED-യിൽ നേരിട്ട് തന്നെ ED-ക്ക് കേസെടുക്കാവുന്ന തെളിവുകളായി ആന്റോ ആന്റണിക്കെതിരെയുള്ള വെളിപ്പെടുത്തൽ മാറുകയാണ്. അതുകൊണ്ട് തന്നെ അതും സ്വാഭാവികമായും ഇടതുമുന്നണിയും BJP-യും സ്വർണ്ണക്കൊള്ളയുമായി കണക്ട് ചെയ്യും, ലിങ്ക് ചെയ്യുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് കൂടുതൽ പ്രതിരോധത്തിലാകുന്നത്. അതേസമയം CPM-നും ആശ്വസിക്കാൻ വകയില്ല. കടകംപള്ളി സുരേന്ദ്രൻ തനിക്ക് നേരത്തെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു, അത് മൊഴിയെടുപ്പ് മാത്രമായിരുന്നു, തനിക്ക് ഒരു ബന്ധവും ഇതുമായി ഇല്ല എന്ന് പറയുമ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള സൗഹൃദം, അടുപ്പം കടകംപള്ളിക്ക് വീണ്ടും വിനയാകുന്നു എന്നുള്ളതാണ് ഇപ്പോഴുള്ള വിവരങ്ങൾ. അതായത് ഒരു തവണ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുളിമാത്ത വീട്ടിൽ പോയിട്ടുണ്ടെന്നാണ് കടകംപള്ളി നേരത്തെ പറഞ്ഞത്. പക്ഷേ ഒരു തവണയല്ല, അല്ലാതെയും പോയിട്ടുണ്ട്. അതിന് തെളിവുകൾ ഇന്നലെ പുറത്തു വന്നു. അപ്പോൾ കടകംപള്ളി നിലപാട് മാറ്റിയത് എത്ര തവണ പോയി എന്ന കാര്യത്തിൽ തനിക്ക് ഓർമ്മയില്ല. 8 വർഷം മുമ്പുള്ള കാര്യമാണ്. 1-2 തവണയൊക്കെ പോയി കാണും. അതിനപ്പുറത്തേക്ക് ഒരു ബന്ധവുമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി നല്ല ആളാണ്, നല്ല ഭക്തൻ എന്നൊരു വിശ്വാസമാണ് എനിക്കുള്ളത് എന്നൊക്കെ പറഞ്ഞ് കടകംപള്ളി തലയുരാൻ ശ്രമിക്കുമ്പോഴും ഒരുപക്ഷെ വീണ്ടും കടകംപള്ളിയെ ചോദ്യം ചെയ്തേക്കാം. ഒരു തവണ അദ്ദേഹത്തെ ചോദ്യം ചെയ്തതാണ്, വീണ്ടും കടകംപള്ളിയെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നു. അടൂർ പ്രകാശിനെതിരെ വീണ്ടും വേണമെങ്കിൽ അന്വേഷണമുണ്ടാകാം. SIT ഇതിനകം തന്നെ ആന്റോ ആന്റണിക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അങ്ങനെ 2 മുന്നണികളെയും ഒരുപോലെ ബാധിക്കുന്ന വിഷയമായി സ്വർണ്ണക്കൊള്ള, ശബരിമല സ്വർണ്ണക്കൊള്ള മാറുകയാണ്. സ്വർണ്ണക്കൊള്ള തന്നെയാകും തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയം ഇതിനകം വ്യക്തമായി കഴിഞ്ഞു. അപ്പോൾ 2 മുന്നണികൾക്കും അത് അത്ര സുഖകരമായ അവസ്ഥയിലൂടെയല്ല, രാഷ്ട്രീയ അവസ്ഥയിലൂടെയല്ല സ്വർണ്ണക്കൊള്ള മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ നേട്ടം കൊയ്യാൻ BJP-യും രംഗത്തുണ്ട്. 2 മുന്നണികളും വിശ്വാസികളെ വഞ്ചിച്ചവരാണ്, വിശ്വാസത്തെ പറ്റിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാകേണ്ട തങ്ങൾക്കാണ് എന്ന നിലപാടുമായി BJP രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ശബരിമല സ്വർണ്ണക്കൊള്ള ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണ വിഷയമായി ഇതിനകം മാറിക്കഴിഞ്ഞു. അത് പ്രതിരോധിക്കാനും ആക്രമിക്കാനും മുന്നണികൾ, വലത് മുന്നണികൾ തയ്യാറെടുക്കുമ്പോൾ BJP രാഷ്ട്രീയ നേട്ടം കൊയ്യാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. പത്തനംതിട്ട നെടുമ്പറമ്പിൽ ഫിനാൻസിൽ നിന്ന് ആന്റോ ആന്റണി MP 2 കോടി രൂപ വാങ്ങി തിരികെ നൽകിയില്ല എന്ന ആരോപണം ഗൗരവമുള്ളതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പണം എങ്ങനെ വാങ്ങിയെന്നും തിരികെ നൽകിയെന്നും MP വ്യക്തമാക്കണം. മറുപടി നൽകാൻ കോൺഗ്രസിനും ബാധ്യതയുണ്ടെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. രാജു ആന്റോ ആന്റണി MPക്കെതിരായി ഒരു പ്രശ്നം ഉന്നയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആരോപണം എന്ന് പറയുന്നത് ശരിയില്ല, ഒരു പ്രശ്നം ഉന്നയിച്ചിരിക്കുകയാണ്. ആ ഉന്നയിച്ച പ്രശ്നം വളരെ വളരെ ഗൗരവമുള്ളതാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി 2 കോടി രൂപ വാങ്ങിയതാണ്. അത് ഈ 2 കോടി എങ്ങനെയാ വാങ്ങിയത്? അത് കള്ളപ്പണം പോലെ വാങ്ങിയതാണോ, അല്ല അക്കൗണ്ട് സിസ്റ്റത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കൈമാറിയതാണോ? പറയണം. MP ആണല്ലോ. സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധിച്ച് കണ്ണൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ക്യാമ്പ് ഓഫീസിലേക്ക് BJP മാർച്ച്. MT രമേശ് ഉദ്ഘാടനം ചെയ്തു. മാർച്ച് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പിണറായി വിജയനൊപ്പം സോണിയാഗാന്ധിയും സംശയത്തിന്റെ പ്രതിപട്ടികയിലാണെന്ന് MT രമേശ് പറഞ്ഞു. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തെ ഭയന്ന് VD സതീശനും പിണറായിയും ഒന്നിച്ചു നീങ്ങുന്നുവെന്നും MT രമേശ് ആരോപിച്ചു. വളരെ ഉയർന്ന നേതാക്കന്മാരുടെ പങ്ക് വളരെ വ്യക്തമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. അപ്പൊ ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് അവരുടെ അന്വേഷണത്തെ UDF കൺവീനർ അടൂർ പ്രകാശിനെ SIT ചോദ്യം ചെയ്തതിൽ തങ്ങൾക്ക് പ്രശ്നമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. എത്ര തവണ വേണമെങ്കിലും ചോദ്യം ചെയ്യാം. പോറ്റിയുടെ കൂടെയുള്ള ഫോട്ടോ ആണ് പ്രശ്നമെങ്കിൽ പിണറായിയെയും ചോദ്യം ചെയ്യട്ടെ, രക്ഷപ്പെടാമെന്ന് CPM കരുതേണ്ടെന്നും VD സതീശൻ പറഞ്ഞു. എന്തടിസ്ഥാനത്തിലാണ് UDF കൺവീനറെ ചോദ്യം ചെയ്തത്? അദ്ദേഹത്തിന്റെ കൂടെ ഫോട്ടോ ഉണ്ടെന്നോ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ അദ്ദേഹത്തിന്റെ ഫോട്ടോ ഉണ്ടെന്നുള്ളതിന്റെ പേരിലാണോ?
ഞങ്ങൾക്കൊരു വിരോധമില്ല. അടൂർ പ്രകാശൻ ചോദ്യം ചെയ്തു. ഫോട്ടോയുള്ള പിണറായി വിജയനെ കൂടി ചോദ്യം ചെയ്താൽ മതി. ഇദ്ദേഹം കള്ളനാണ് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ മുഖ്യമന്ത്രിയുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുമായിരുന്നോ? അതുപോലെ തന്നെ ഇയാൾ കള്ളനാണെന്ന് അറിയില്ല. അദ്ദേഹത്തിന്റെ ലോകസഭാ സീറ്റിൽപ്പെട്ട ഒരാളാണ്, ഒരു വോട്ടറാണ്. അത്രയേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. എന്നിട്ട് പുകമറ ഉണ്ടാക്കി കുറെ സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരണം നടത്തിയാൽ CPM പെട്ടിരിക്കുന്ന ഈ അബദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതണ്ട. തിരുവല്ല സ്പാ ബലാത്സംഗ കേസിൽ ഒരു പ്രതി കൂടി പിടിയിൽ. നിരണം സ്വദേശി വരുണിനെയാണ് ആലുവയിൽ നിന്ന് പിടികൂടിയത്. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 3 ആയി. 3 പേർ ഇപ്പോഴും ഒളിവിലാണ്. തിരുവല്ല സ്പാ സെന്ററിലെ കൂട്ടബലാത്സംഗ കേസിൽ ഒരു പ്രതി കൂടിയാണ് ഇന്ന് അറസ്റ്റിലായിട്ടുള്ളത്. നിരണം സ്വദേശിയായ വരുൺകുമാറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 3 ആയി. 6 പേരാണ് ഈ കേസിലുള്ളത്. 3 പേർ ഇപ്പോഴും ഒളിവിലാണ്. ഒന്നാം പ്രതി മരണസുബിൻ എന്നറിയപ്പെടുന്ന സുബിൻ അലക്സാണ്ടറും ഒപ്പം ബെർലിൻ ദാസുമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ അറസ്റ്റിലായിട്ടുള്ളത്. ഈ 2 പേരും റിമാൻഡിലാണ്. നിലവിൽ അറസ്റ്റിലായിട്ടുള്ള ഈ വരുൺകുമാറുമായി ബന്ധപ്പെട്ട് പോലീസ് കൃത്യമായ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇയാളിൽ നിന്ന് നിർണായക മൊഴി പോലീസ് ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന. നിലവിൽ ഒളിവിൽ പോയ പ്രതികളെക്കുറിച്ചും പോലീസിന് ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. ഈ 3 പേരും മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തതാണ് പോലീസിന് ഇവരെ കണ്ടെത്താൻ കഴിയാതിരിക്കുന്നത്. ടവർ ലൊക്കേറ്റ് ചെയ്താണ് പ്രധാനമായും ഈ പ്രതികളിലേക്ക് അന്വേഷണം എത്തിയിട്ടുള്ളത്. എന്തായാലും കൂട്ടബലാത്സംഗ കേസിൽ പോലീസിനെതിരെയും വലിയ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഈ മാസപ്പടി അതായത് ഈ സ്പാ സെൻറ്ററിൽ തിരുവല്ല പ്രവർത്തിക്കുന്ന പല സ്പാ സെൻറ്ററുകളിൽ നിന്നും ഈ മാസപ്പടി ഉദ്യോഗസ്ഥർ കൈപ്പറ്റുന്നതായിട്ടുള്ള ചില പരാതികൾ പോലീസിനെതിരെ ഉണ്ടായിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം വരും ദിവസങ്ങളിൽ പോലീസ് അന്വേഷിക്കാൻ സാധ്യതയുണ്ട്. വലിയ ആരോപണമാണ് ഇത് സംബന്ധിച്ചുണ്ടായിട്ടുള്ളത്. പട്ടാൽപ്പകലാണ് ഈ തിരുവല്ല നഗരത്തിൽ ഇത്തരത്തിൽ പീഡനം ഉണ്ടായത്. വലിയ വിവാദമായൊരു കേസാണ്. പോലീസിനെതിരെ വലിയ ഗുരുതരമായ ആരോപണം ഈ സ്ഥാപന ഉടമ ഉന്നയിച്ചിട്ടുണ്ട്. നേരത്തെ ഈ സ്ഥാപന ഉടമ പറഞ്ഞിട്ടുള്ളത് ഇത് ഗുണ്ടാപ്പിരിവ് മാത്രമല്ല കൊട്ടേഷനാണെന്നുള്ളതാണ് സ്ഥാപന ഉടമ പറഞ്ഞിട്ടുള്ളത്. അത് പ്രധാനമായി പറയാൻ കാരണം തൻ്റെ സ്ഥാപനം തകർക്കാൻ വേണ്ടി തിരുവല്ലയിൽ തന്നെ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്പാ സെൻ്ററിലെ മറ്റാളുകൾ കൊട്ടേഷൻ കൊടുത്ത സംഘമാണ് ഈ മരണസുബിൻ അടക്കമുള്ള ആളുകൾ സ്ഥാപനത്തിൽ കയറി ജീവനക്കാരിയെ കൂട്ടബലാത്സംഗം ചെയ്യാൻ കാരണമെന്നാണ് സ്ഥാപന ഉടമ നൽകിയിട്ടുള്ളത്. ഈ കാര്യങ്ങളെല്ലാം പോലീസ് വിശദമായി പരിശോധിക്കും എന്നാണ് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും വരുൺകുമാറിനെ വിശദമായി പോലീസ് ചോദ്യം ചെയ്യും. അതിനുശേഷമായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രതികളിലേക്ക് പോവുക. എന്തായാലും 3 പേരെ ഉടൻ തന്നെ പിടികൂടാനുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. പത്തനംതിട്ടയിൽ നിന്നും ശശി നാരായണൻ, ന്യൂസ് 18. തിരുവനന്തപുരത്തെ കൂടുതൽ സ്പാകൾക്കെതിരെ നടപടിക്കൊരുങ്ങി കോർപ്പറേഷൻ. കഴക്കൂട്ടത്തെ സ്പാകളിലും മസാജ് സെന്ററുകളിലും പോലീസ് പരിശോധന നടത്തി. അനധികൃത പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ നടപടി ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പരിശോധന ശക്തമാക്കിയത്. അനധികൃത സ്പാകൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് മേയർ VV രാജേഷ് ആവർത്തിച്ചു. തിരുവല്ലയിൽ സ്പാ ജീവനക്കാരിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ സംഭവത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തിരുവനന്തപുരം നഗരത്തിൽ പ്രവർത്തിക്കുന്ന സ്പാകളിൽ കർശന പരിശോധന നടത്തുമെന്ന് കഴിഞ്ഞ ദിവസം മേയർ VV രാജേഷ് പ്രതികരിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം വൈകുന്നേരം നഗരസഭയുടെ ആരോഗ്യ വിഭാഗം നഗരത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന സ്പർശൻ സ്പായിൽ പരിശോധന നടത്തുകയും ഇവിടെ പ്രവർത്തിക്കുന്ന സ്പായ്ക്ക് ലൈസൻസ് ഇല്ല എന്ന് കണ്ടെത്തി പൂട്ടിക്കുകയും ചെയ്തത്. ഇതിനൊപ്പം തന്നെ ഇവിടെ എത്തിയ ഒരു യുവതിക്ക്, അതായത് അഭിമുഖത്തിനായി എത്തിയ ഒരു യുവതിക്ക് ദുരനുഭവം ഉണ്ടായി എന്ന് മേയർക്ക് നേരിട്ട് പരാതി ലഭിച്ചിരുന്നു. ഇതിന്റെ കൂടെ അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം അവധി ദിനമായിട്ട് പോലും ആരോഗ്യ വിഭാഗത്തിന് നിർദ്ദേശം നൽകി പെട്ടെന്ന് തന്നെ അവിടെ പരിശോധന നടത്താൻ നിർദ്ദേശം നൽകിയത്. തുടർന്നും ഇനി വരുന്ന ദിവസങ്ങളിലും ഇന്നടക്കം ഈ ഒരു നഗരസഭയുടെ കീഴിലുള്ള പല സ്പാകളിൽ, അതായത് നഗരസഭയുടെ പരിധിയിൽ വരുന്ന വിവിധ സ്പാകളിൽ പരിശോധന കർശനമാക്കി നടത്തുന്നതിനെയാണ് ഇപ്പോൾ VV രാജേഷ് അടക്കം പ്രതികരിച്ചത്. കാരണം തിരുവല്ലയിലെ ഒരു അനിഷ്ട സംഭവം നടന്നു. അതിനൊപ്പം തന്നെ തിരുവനന്തപുരം നഗരത്തിലെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ലൈസൻസ് ഉള്ളതും ഇല്ലാത്തതുമായ പല സ്പാകളും പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ പല കേന്ദ്രങ്ങളിലും പോലീസിന്റെയും മറ്റും പിന്തുണയോടുകൂടി അനാശാസ്യ പ്രവർത്തനങ്ങളടക്കം നടക്കുന്നുണ്ടെന്നടക്കം ഇപ്പോൾ മേയർക്കും നഗരസഭയ്ക്കും വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പരിശോധനകൾ ഉണ്ടാകുമെന്നാണ് ഇന്ന് മേയർ നമ്മോട് പ്രതികരിച്ചത്. ടൂറിസം വ്യവസായം നിയമവിധേയമായിട്ട് നിലനിൽക്കണം, സംരക്ഷിക്കപ്പെടണം. പക്ഷേ അതിൻ്റെ മറവിൽ ലഹരി ഇടപാടുകൾ, അതോടൊപ്പം തന്നെ മറ്റ് അനാശാസ്യ ഇടപാടുകൾ ഒരു കാരണവശാലും നഗരത്തിൽ അനുവദിക്കാൻ സാധിക്കില്ല. നഗരം കാലാനുസൃതമായി വളരണം, ടൂറിസമൊക്കെ വളരണമെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഒരു പൈതൃകമുണ്ട്, ഒരു പാരമ്പര്യമുണ്ട്, നമ്മുടെ ജനതയുടെ സുരക്ഷയുണ്ട്. ഇതൊക്കെ തന്നെ ഇതിന് വിട്ടുവീഴ്ച വരുത്തിക്കൊണ്ടുള്ള ഒരു നിലപാടും എടുക്കാൻ സാധിക്കില്ല. ആവശ്യമുള്ള ഘട്ടങ്ങളിൽ പോലീസുമായിട്ടും നമുക്ക് സഹകരിക്കേണ്ട ഘട്ടങ്ങളിൽ എക്സൈസുമായിട്ടും ഒക്കെ ചേർന്നിട്ട് ഇക്കാര്യങ്ങൾ സംയുക്തമായിട്ട് മുന്നോട്ട് പോകും.
തിരുവനന്തപുരം ജില്ലയിലെ പല മേഖലകളിൽ, അതായത് തിരുവനന്തപുരം നഗരത്തിൽ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് പല ഭാഗങ്ങളിലായി പ്രവർത്തിക്കുന്ന ഈ സ്പാകളിൽ പോലീസിൻ്റെയും ഡോക്ടർമാരുടെയും അടക്കം പിന്തുണയോടുകൂടി പല അനാശാസ്യ പ്രവർത്തനങ്ങളും അതിനൊപ്പം തന്നെ ഗുണ്ടാ പ്രവർത്തനങ്ങളും അടക്കം നടക്കുന്നു എന്നൊരു വിവരം ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു രീതിക്കെതിരെ പോലീസിൻ്റെയും മറ്റ് സേനകളുടെ അടക്കം സഹായത്തിലൂടെ ഈ റെയ്ഡും മറ്റു നടപടികളിലേക്ക് അടക്കം കടക്കുമെന്നാണ് നഗരസഭ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. മാത്രമല്ല, ലൈസൻസ് ഉണ്ടെങ്കിൽ പോലും അവിടെ പരിശോധനയുണ്ടാകും. ഒപ്പം തന്നെ മറ്റ് അനാശാസ്യ പ്രവർത്തനങ്ങളൊന്നും ഇവിടെ അനുവദിക്കുകയുമില്ല. മാത്രമല്ല, മറ്റ് കൂടുതൽ പരിശോധനകൾ, അതായത് ആരോഗ്യ വിഭാഗത്തിൻ്റെയും അല്ലാത്തതുമായിട്ടുള്ള നിരീക്ഷണം ഇവിടെ കർശനമായി ഈ പരിശോധനകൾക്ക് ശേഷവും തുടരാനാണ് നഗരസഭ നിലവിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. ക്യാമറാമാൻ അരുണിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. കൊല്ലം പുത്തൂരിൽ പോക്സോ കേസിൽ ജോത്സ്യൻ അറസ്റ്റിൽ. വേണ്ടാർ സ്വദേശി രാജൻ ബാബുവാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസമായിരുന്നു 16-കാരിയെ ബാധയൊഴിപ്പിക്കാൻ എന്ന വ്യാജേന വീടിനുള്ളിൽ വെച്ച് കടന്നുപിടിക്കാൻ ശ്രമിച്ചത്. രാജൻ ബാബു എന്ന ജോൽസിനെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ കേസിനാസ്പദമായി സംഭവം ഉണ്ടായത്. വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് മാതാവിൻ്റെയും സഹോദരനോടൊപ്പം എത്തിയ ഒരു 16-കാരിയെ ബാധ ഒഴിപ്പിക്കാൻ എന്ന പേരിൽ ഈ വീടിൻ്റെ ഒരു റൂമിലേക്ക് ജോൽസ്യൻ കൂട്ടിക്കൊണ്ടുപോവുകയും ശാരീരികമായി ഉപദ്രവിച്ചു എന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. ഇതിൽ നിന്നും ഈ ജോൽസ്യൻ്റെ കയ്യിൽ നിന്നും കുതിരയോടിയ പെൺകുട്ടി തൻ്റെ മാതാപിതാക്കളോട് ഈ വിവരം അറിയിച്ചപ്പോഴാണ് പോലീസിൽ വിവരം എത്തുന്നത്. അങ്ങനെ പോലീസ് എത്തിയപ്പോഴേക്കും ഈ ജോൽസ്യൻ ഇവിടെ നിന്നും ഓടി രക്ഷപ്പെട്ട സാഹചര്യമായിരുന്നു ഉണ്ടായത്. അല്പസമയം മുന്നേ ജോൽസ്യൻ പിടിയിലായിരിക്കുന്നു. പുത്തൂർ പോലീസ് കേസെടുത്ത് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു. പോക്സോ വകുപ്പുകൾ ചുമത്തിയാണ് അന്വേഷണം ആരംഭിച്ചത്. ഭരണിക്കാവിൽ വെച്ച് ഈ ജോൽസ്യനെ പിടികൂടിയിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു സംഭവത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിരുന്നു. നെടുത്തൂർ BJP മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. ജോൽസ്യൻ്റെ വീട്ടിലേക്ക് വന്ന പ്രതിഷേധ മാർച്ച് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞ സാഹചര്യമുണ്ടായിരുന്നു. എന്തായാലും ഇത്തരം നടപടികൾക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കണം. അതായത് ഈ അന്ധവിശ്വാസങ്ങൾക്കെതിരെ ജനങ്ങൾ ഈ നാട്ടിൽ ഇത്തരത്തിലുള്ള സിദ്ധന്മാരടക്കം വിലസുന്ന സാഹചര്യം നിലനിൽക്കുന്നു. ഇതിനെതിരെയെല്ലാം കർശനമായൊരു നടപടി സ്വീകരിക്കണമെന്നാണ് BJP ആവശ്യപ്പെടുന്നത്. എസ് വിനീഷ്, ന്യൂസ് 18 കൊട്ടാരക്കര. കൊച്ചി ബിനാലെ കലാകാരിയായ വിദേശ വനിതയ്ക്ക് നേരെ ലൈംഗികാതിക്രമം. തായ്വാൻ സ്വദേശിയായ യുവതിയുടെ പരാതിയിൽ മുംബൈ സ്വദേശിക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. 3 ദിവസം മുൻപായിരുന്നു പരാതി കിട്ടിയത്. കഴിഞ്ഞ മാസമാണ് സംഭവം നടന്നത്. ബിനാലെ വേദിക്ക് സമീപത്ത് വെച്ച് പരിചയപ്പെട്ട മുംബൈ സ്വദേശി സുമിത്തിനെതിരെയാണ് യുവതിയുടെ പരാതി. പരിചയപ്പെട്ട ശേഷം ഇരുവരും ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ പ്രതി കടന്നുപിടിച്ചു എന്നാണ് പരാതി. ഇമെയിൽ മുഖേന കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് പരാതി കിട്ടിയത്. ഫോർട്ട് കൊച്ചി പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. തുടർ ഭരണം പാർട്ടിക്കും കേരളത്തിനും ഗുണം ചെയ്യില്ലെന്ന നിലപാട് ആവർത്തിച്ച് സാഹിത്യ അക്കാദമി അധ്യക്ഷൻ കവി കെ സച്ചിദാനന്ദൻ. ഇടതുപക്ഷം ഉൾപ്പെടെയുള്ളവർ സമുദായ പ്രീണനത്തിനാണ് ശ്രമിക്കുന്നതെന്നും വെള്ളാപ്പള്ളിയെ ഗുരുവിനേക്കാൾ മഹാനാക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു. പാർട്ടി തന്നെ ആഗ്രഹിക്കാത്ത ആളുകൾ പാർട്ടിയിലേക്ക് കടന്നു വരുന്നു. സ്വാർത്ഥ ലക്ഷ്യങ്ങളോടുകൂടി കടന്നു വരാനുള്ള സാധ്യത വളരെ കൂടുന്നുണ്ട് തുടർച്ചയായിട്ടുള്ള ഭരണം ഉണ്ടാകുമ്പോൾ. അധികാരത്തിൻ്റെ വികേന്ദ്രീകരണം എന്ന് പറയുന്നത് കുറഞ്ഞു വരികയും അധികാര കേന്ദ്രീകരണം വർദ്ധിക്കാനുള്ള സാധ്യതകളും BJPക്ക് സാധ്യതയുള്ള, നമുക്കെല്ലാവർക്കും അറിയാം ആ സാധ്യതയുള്ള മണ്ഡലങ്ങൾ ഏതാണെന്ന്. അത്തരം സ്ഥലങ്ങളിലും അത്തരം ഒരു ധാരണ ഉണ്ടായിരുന്നെങ്കിൽ ഈ തരത്തിലുള്ള ഒരു ഫലം ഈ ലോക്കൽ അല്ലെങ്കിൽ പ്രാദേശിക തെരഞ്ഞെടുപ്പുകൾക്ക് ഉണ്ടാകുമായിരുന്നില്ല എന്നെനിക്ക് തോന്നുന്നു. മതേതര പാർട്ടികൾ ഈ സമുദായ പ്രീണനത്തിന് വേണ്ടി ശ്രമിച്ചുകൂടാ. അപ്പം തീർത്തും ഗുരുവിൻ്റെ തത്വങ്ങൾക്ക് എതിരായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളെ സന്തോഷിപ്പിക്കുകയും ഗുരുവേക്കാളും മഹാനാണ് അദ്ദേഹം എന്ന് പറയുകയൊക്കെ ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ല, ഏതൊരു മതേതരവാദിക്കും ഏതൊരു കേരളീയനും ഭൂഷണമല്ല എന്നെനിക്ക് തോന്നുന്നു. സച്ചിദാനന്ദന് പിന്നാലെ സാഹിത്യകാരി സാറ ജോസഫും തുടർ ഭരണം ആപത്താണെന്ന അഭിപ്രായവുമായി രംഗത്ത് വന്നു. ജനാധിപത്യത്തിന്റെ സംരക്ഷകരാവേണ്ട ഇടതുപക്ഷം എല്ലാ ഭരണവർഗങ്ങളെയും പോലെ വർഗീയ മതശക്തികളെ കൂട്ടുപിടിച്ച് ജനാധിപത്യ മതേതര ഇന്ത്യ എന്ന സങ്കല്പം തകർക്കാൻ ശ്രമിക്കുകയാണെന്നും സാറ ജോസഫ് ആരോപിച്ചു. ഒരു ഭരണമാറ്റം ആവശ്യമാണ്. അധികാരം നിലനിർത്താൻ ഏത് പിശാചിന്റെ കൂടെയും കൂട്ടുകൂടുന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാരമ്പര്യമുണ്ട് ഇടതുപക്ഷത്തിന്. ഇപ്പോ ലീഗിനെ കൂട്ടുകൂട്ടിയത് അങ്ങനെയാണ്, ഭരണാധികാരത്തിലേക്ക് വരാൻ വേണ്ടിയാണ്. തുടർച്ചയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മതങ്ങളെയും വർഗീയ ശക്തികളെയും കൂട്ടുപിടിക്കുക എന്നുള്ളതാണ്. അധികാരമാണ് അവർക്ക് മുഖ്യം, ജനാധിപത്യമല്ല. തന്നെയുമല്ല, ഒന്ന് മാറി നിന്ന് പ്രതിപക്ഷത്ത് ഇരിക്കുന്നത് ഭരണവർഗത്തിന് നല്ലതാണ്. ഭരണാധികാരത്തിലേക്ക് വന്നത് ഇടതുപക്ഷ പാർട്ടിയാണ്, പിണറായി വിജയനല്ല.
എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും നശിക്കുന്നത് അതിന്റെ ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് സഞ്ചരിക്കുമ്പോഴാണ്. തുടർ ഭരണം അപകടമെന്ന സച്ചിദാനന്ദന്റെ പരാമർശത്തിൽ വളരെ കരുതലോടെ പ്രതികരിക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്ന സൂചനയാണ് ലേഖനത്തിലുള്ളത്. ലേഖനം വായിച്ചാൽ ഉന്നം മനസ്സിലാകും. സച്ചിദാനന്ദന്റെ മാത്രമല്ല, ആരോഗ്യപരമായ ഏത് വിമർശനത്തെയും ഉൾക്കൊള്ളും. തുടർ ഭരണം വന്നാൽ പാവപ്പെട്ട എന്ന പ്രയോഗം മലയാള ഭാഷയിൽ ഉണ്ടാകില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞു. കാരണം തുടർച്ചയായിട്ട് ഇങ്ങനെ ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേഡർമാർ ഉൾപ്പെടെയുള്ളവരെല്ലാം വേണ്ടത്ര ജാഗ്രത കുറവോടുകൂടിയാണ് പ്രവർത്തിക്കുക. അപ്പോൾ ജാഗ്രത കുറവ് വരുമെന്നൊക്കെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ആശയമാണത്. ഈ ആശയമുള്ള ചില ആളുകളൊക്കെ ഉണ്ടാവും. അതിന്റെ അർത്ഥം ഈ ഗവൺമെന്റ് വേണ്ടെന്നല്ലോ, തുടരണ്ടെന്നുമല്ല, ഒരു സ്ഥിരമായ സംവിധാനമാണ് ഇതെന്ന് കരുതുന്നില്ല. പലപ്പോഴും മാറ്റം വേണ്ടി വരും. ഞാൻ അവിടെയാണ് ഊന്നുന്നത്. പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തോൽക്കുക എന്ന് പറഞ്ഞാൽ അവസാനത്തെ തോൽവിയാണെന്നോ, ജയിക്കുക എന്ന് പറഞ്ഞാൽ അത് ആത്യന്തികമായ ജയമാണെന്നോ ഞങ്ങൾ ആരും കാണുന്നില്ല സുഹൃത്തെ. അങ്ങനെ കാണുന്നവരല്ല ഞങ്ങളാരും. അതുകൊണ്ട് ഗവൺമെന്റ് ഇന്നത്തെ പശ്ചാത്തലത്തിൽ നിലനിൽക്കേണ്ടതിന്റെ കാര്യം ഞങ്ങൾ നന്നായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ഇനി തുടരേണ്ട കാര്യവും വിശദീകരിക്കുന്നുണ്ട്. അത് കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടതാണ്. സച്ചിദാനന്ദന്റെ പ്രസ്താവന കോൺഗ്രസ് നിലപാട് അടിവരയിടുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇടത് സഹയാത്രികർക്ക് പോലും അവരെ വേണ്ട. ഇത് സ്വാഗതാർഹമായ കാര്യമാണെന്നും VD സതീശൻ പറഞ്ഞു. LDFന് തുടർ ഭരണം ഉണ്ടാകുന്നത് അപകടമെന്നായിരുന്നു സച്ചിദാനന്ദന്റെ പ്രസ്താവന. സച്ചിദാനന്ദനെതിരെ KK ശൈലജ. കേരളത്തിൽ ഭരണം മാറി മാറി വരണമെന്ന അഭിപ്രായം ഇടതുമുന്നണിക്കില്ലെന്ന് KK ശൈലജ പറഞ്ഞു. അദ്ദേഹം ഒരു ഇടതുപക്ഷ മനസ്സുള്ള ആളാണ്. എന്നാൽ ഇടതുമുന്നണി പ്രവർത്തകർക്കോ നേതൃത്വത്തിനോ അദ്ദേഹത്തിന്റെ അഭിപ്രായമല്ല ഉള്ളത്. തുടർ ഭരണം ഉണ്ടാകുമ്പോഴാണ് കൃത്യമായ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നും KK ശൈലജ പ്രതികരിച്ചു. സച്ചിദാനന്ദൻ സ്ഥിരമായിട്ടുള്ള പാർട്ടി സംഘടനാ പ്രവർത്തനമല്ല, ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്. അദ്ദേഹത്തിന് അഭിപ്രായമുണ്ടെങ്കിൽ ഈ കേരളത്തിലെ ഇടതുപക്ഷ പാർട്ടി പ്രവർത്തകർക്കോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊന്നും അഭിപ്രായമല്ലല്ലോ. തുടർച്ചയായിട്ട് ജനങ്ങൾക്കും ഇല്ല അഭിപ്രായം. തുടർച്ചയായിട്ട് വന്നാൽ ഇന്ന് ഇപ്പോൾ നമ്മുടെ ജാഥ ക്യാപ്റ്റൻ MP ഇവിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ. ആ വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ മുന്നോട്ട് കൊണ്ടുപോകണം. കേരളത്തെ ആധുനിക കേരളമാക്കി മാറ്റാനുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. അത് തുടരണമെന്നാണ് എല്ലാ ആളുകളുടെയും അഭിപ്രായം. സച്ചിദാനന്ദന്റെ വിലയിരുത്തൽ തെറ്റെന്ന് മന്ത്രി V ശിവൻകുട്ടിയും പ്രതികരിച്ചു. ഇടതുമുന്നണി വീണ്ടും അധികാരത്തിൽ വരും, പാർട്ടിക്ക് ഒരു കുഴപ്പം ഉണ്ടാവുകയില്ലെന്നും ശിവൻകുട്ടി പറഞ്ഞു. അദ്ദേഹം അങ്ങനെ ഒരു വിലയിരുത്തൽ നടത്തിയത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ തെറ്റാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മൂന്നാമതും അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. തെറ്റിദ്ധാരണ കൊണ്ട് പറഞ്ഞതായിരിക്കും. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാരണവും കാണുന്നില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി തിരുവനന്തപുരം നഗരസഭയിൽ നിന്ന് വിജയിച്ച BJP കൌൺസിലർമാർ ഡൽഹിയിലേക്ക് പുറപ്പെട്ടു. മേയറുടെ നേതൃത്വത്തിൽ ഡൽഹിയിലെത്തുന്ന സംഘം കേന്ദ്രമന്ത്രി ജോർജ് കുര്യനുമായും കൂടിക്കാഴ്ച നടത്തും. തിരുവനന്തപുരം കോർപ്പറേഷന്റെ സമഗ്ര വികസനമാണ് യാത്രയുടെ ലക്ഷ്യമെന്ന് മേയർ VV രാജേഷ് പറഞ്ഞു. കോർപ്പറേഷൻ വിജയം ദേശീയ തലത്തിൽ തന്നെ ചർച്ചാ വിഷയമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർമാർക്ക് പ്രധാനമന്ത്രി നൽകുന്ന സൽക്കാരത്തിൽ പങ്കെടുക്കാത്തതിൽ വിശദീകരണവുമായി ശാസ്തമംഗലം കൌൺസിലർ R ശ്രീലേഖ. വ്യക്തിപരമായ അസൗകര്യം കാരണമാണ് പങ്കെടുക്കാത്തതെന്നറിയിച്ച് സമൂഹമാധ്യമത്തിൽ വീഡിയോ പോസ്റ്റ് ചെയ്തു. 94 വയസ്സുള്ള അമ്മയെ വിട്ട് അധിക ദിവസം മാറി നിൽക്കാനാവില്ല. 5 ദിവസത്തെ ട്രെയിൻ യാത്ര പ്രയാസമാണെന്ന് അറിയിച്ചപ്പോൾ വിമാന ടിക്കറ്റ് നൽകാമെന്ന് പാർട്ടി അറിയിച്ചിരുന്നു. അധിക ചെലവായതിനാൽ വേണ്ട എന്നറിയിക്കുകയായിരുന്നു. വട്ടിയൂർക്കാവിൽ മത്സരിക്കാനില്ലെന്നും അവർ വ്യക്തമാക്കി. കേരള എക്സ്പ്രസിൽ കയറി ഡൽഹിയിലേക്ക് പോകുന്നു. എല്ലാ സ്ഥലത്തും നിർത്തി സ്വീകരണം വാങ്ങിക്കുന്നു. 2 ദിവസം നിൽക്കുന്നു. പിന്നെ 13-ാം തീയതി രാത്രി അങ്ങോട്ട് തിരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ 14 പേരാണ് തിരുവനന്തപുരത്ത് നിന്ന് പോകാനായിട്ട് ആദ്യം തീരുമാനിച്ചത്. ഈ പ്രായത്തിൽ എനിക്ക് ഇത്രയും വലിയ ഒരു യാത്ര കേരള എക്സ്പ്രസിൽ നടത്താൻ പ്രയാസമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഫ്ലൈറ്റിൽ വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാമെന്നൊരു ഓഫർ ഉണ്ടായിരുന്നതാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട, എന്തിനാണ് വെറുതെ കാശ് കളയുന്നത്. എനിക്കാണെങ്കിൽ ഇതുപോലെ പൈസ ഒരുപാട് അനാവശ്യമായിട്ട് മുടക്കുന്നതിനോട് വലിയ വിരോധമുള്ള വ്യക്തിയാണ്. ഇത്രയും ആൾക്കാരെ കയറ്റി ഡൽഹിയിൽ പോകുമ്പോൾ നല്ല ചിലവാണ് പാർട്ടിക്ക്. ഞാൻ കാരണം അത്രയും ചിലവ് ഉണ്ടാകണ്ട എന്നുള്ള ഒരു ധാരണയിലാണ്. പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് കുറേ ബുദ്ധിമുട്ടുമുണ്ട്. അമ്മയ്ക്ക് 94 വയസ്സായി, വീട്ടിലുണ്ട്. 5 ദിവസം മാറി നിൽക്കാൻ പറ്റില്ല. വീട്ടിൽ ഇപ്പോൾ സെർവൻ്റ് ഇല്ല, ലീവിലാണ്.
കുക്കിംഗ് ഏറ്റെടുക്കണം, അമ്മയുടെ പരിപാലനം ഏറ്റെടുക്കണം, വീടിന്റെ വൃത്തി വെടുപ്പ് ഏറ്റെടുക്കണം, സാധനം വാങ്ങാൻ പോകണം, അതോടൊപ്പം എൻ്റെ കൗൺസിലർ ജോലിയും ചെയ്യണം. അപ്പം 5 ദിവസം മാറി നിൽക്കാം, പ്രയാസമാണ്, അതുകൊണ്ടാണ് ഞാൻ പോകാത്തത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതാണ് ശരിക്കുമുള്ള കാര്യം. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി. സാരംഗ്, ഈ മേയർ സ്ഥാനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് ശേഷം പലപ്പോഴും ശ്രീലേഖ ഇത്തരം കാര്യങ്ങൾ ഇന്ന് വിട്ടുനിൽക്കുന്നത് കാണാറുണ്ട്. പക്ഷേ ഇപ്പോൾ വ്യക്തിപരമായ കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുതന്നെയാണോ യഥാർത്ഥ കാരണം? അതിനും അപ്പുറത്ത് എന്തെങ്കിലും താല്പര്യക്കുറവ് ഈ വിഷയത്തിൽ ആർ ശ്രീലേഖയ്ക്കുണ്ട്? ശ്രീജ, ഈ ഒരു വിശദീകരണം തന്നെ ഇപ്പോൾ, അതായത് ഇവർ യാത്ര പുറപ്പെട്ടതിന് ശേഷമാണ് വിശദീകരണമായി സമൂഹ മാധ്യമങ്ങളിൽ അവർ വീഡിയോ പങ്കുവെച്ചത്. ഇതിനു മുൻപും ഇത്തരം കാര്യങ്ങൾ, അതായത് ഈ ഒരു വിജയം നേടിയതിനു ശേഷം ഈ ഒരു ഭരണമുന്നണിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പരിപാടികളിലെല്ലാം ശ്രീലേഖ വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിലെല്ലാം കൃത്യമായൊരു വിശദീകരണം ഇത്തരത്തിൽ തന്നെ സമൂഹ മാധ്യമങ്ങൾ വഴി തന്നെയായിരുന്നു അവർ പങ്കുവെച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ വളരെ സ്വകാര്യം, അതായത് വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു യാത്രയിൽ പങ്കെടുക്കാത്തത് എന്നാണ് വിശദീകരണം നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഇതിൽ പ്രധാനമായിട്ടും ഈ ഒരു, അതായത് മാതാവിൻ്റെ ബുദ്ധിമുട്ട്, അതായത് 90 വയസ്സിലധികം പ്രായമുള്ള മാതാവിൻ്റെ ശാരീരിക ബുദ്ധിമുട്ട് കൂടി കണക്കിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട്, യാത്ര ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് അവർ അറിയിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, ഒരു 4 ദിവസത്തിലധികം ട്രെയിൻ യാത്ര നടത്തേണ്ടി വരും. കാരണം അതിനിടയിൽ പല സ്ഥലങ്ങളിലും ഈ ഒരു സ്വീകരണമടക്കം ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് യാത്രയിൽ ഇത്തരത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറയുന്നത്. മാത്രമല്ല, ഈ ഒരു ട്രെയിൻ യാത്ര ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു വിമാനമാർഗം അവിടേക്ക് എത്തിക്കാനുള്ള രീതിയിൽ പാർട്ടി സംസാരിച്ചിരുന്നു എന്നടക്കം പറഞ്ഞിരുന്നു. പക്ഷേ അത് വിമുഖത അറിയിക്കുകയായിരുന്നു. കാരണം അത് അവരുടെ വാക്കുകൾ തന്നെ വ്യക്തമാണ്, ഈ ഒരു ബുദ്ധിമുട്ട് അവരറിയിക്കുകയായിരുന്നു. പക്ഷേ ഇതിൽ കൂട്ടിവായിക്കുകയാണെന്നുണ്ടെങ്കിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് മുതൽ മറ്റ് പരിപാടികളിലെല്ലാം അവർ കൃത്യമായി മാറി നിൽക്കുന്നു എന്നൊരു രാഷ്ട്രീയ രീതിയിൽ നമ്മളതിനെ നോക്കിക്കാണുകയാണെന്നുണ്ടെങ്കിൽ ഭരണമുന്നണിയുമായി ബന്ധപ്പെട്ട പല പരിപാടികളിലും അവർ കൃത്യമായി മാറി നിൽക്കുന്നു. ഈ ഒരു മോദിയുമായി ബന്ധപ്പെട്ട, അതായത് മോദി തിരുവനന്തപുരത്തേക്ക് എത്തിയപ്പോൾ തന്നെ അവർ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാതെ മാറി നിന്നിരുന്നു. അതായത് മോദിയുമായി ഹസ്തദാനം നടത്തുകയോ നേരിട്ട് പോയി സംസാരിക്കുകയോ ചെയ്തിരുന്നില്ല. വേദിയിൽ മാറി നിൽക്കുന്ന ദൃശ്യങ്ങളടക്കം മാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു. അതുമായി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഇത് മനഃപൂർവ്വം മാറി നിന്നതെന്ന് തോന്നുമെങ്കിലും പക്ഷേ അതിൽ വ്യക്തിപരമായ കാരണങ്ങൾ അവർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഇത് ഭരണമുന്നണിയെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് എന്ന കാര്യം തീർച്ചയാണ്. കാരണം വലിയ രീതിയിൽ ഒരു സെലിബ്രിറ്റി സ്ഥാനാർത്ഥിയായി നിർത്തി, പക്ഷേ അതിനുശേഷം ഇത്തരത്തിൽ ഭരണമുന്നണിയെ അടക്കം സമ്മർദ്ദത്തിലാക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ വീണ്ടും, അതായത് നഗരസഭയെ കൂടുതൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ വിശദീകരണങ്ങളിലേക്ക് എത്തിക്കേണ്ട ഒരു സാഹചര്യവും ശ്രീലേഖ ഒരുക്കുന്നുണ്ട്. ശ്രീജ, സാരംഗ് സുധാകരനാണ് വിവരം. ഇടതുമുന്നണി വൻ ഭൂരിപക്ഷത്തിൽ തുടർ ഭരണം നേടിയ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന ചില മണ്ഡലങ്ങളുണ്ടായിരുന്നു. 2000 വോട്ടിൽ താഴെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ആ 20 നിയമസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയായിരുന്നു? ഇപ്പോഴത്തെ രാഷ്ട്രീയ ചിത്രം അവിടെ എന്താണ്? നോക്കാം. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി ഒരു മുന്നണിക്ക് തന്നെ തുടർഭരണം നൽകിയ 2029 20 നിയമസഭാ മണ്ഡലങ്ങളിൽ നടന്നത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. 2000 വോട്ടുകൾക്ക് താഴെ ഭൂരിപക്ഷത്തിൽ മാത്രം വിജയിച്ച ആ 20 നിയമസഭാ മണ്ഡലങ്ങളുടെ പോരാട്ട ചിത്രം എന്തായിരുന്നു? ഏതൊക്കെയാണ് മണ്ഡലങ്ങൾ? ഇപ്പോൾ 2026 ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ ചിത്രത്തിൽ മാറ്റമുണ്ടായിട്ടുണ്ടോ? വളരെ പ്രസക്തമാണ് ചിത്രം. ആദ്യം നോക്കാം ആ 20 നിയമസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയെന്ന്. പെരിന്തൽമണ്ണയിൽ അവിടെ വിജയിച്ചത് നജീബ് കാന്തപുരമാണ്. നജീബ് കാന്തപുരം നേടിയത് 76,530 വോട്ടുകളാണ്. അതായത് വെറും 38 വോട്ടുകളുടെ ഭൂരിപക്ഷം. KPM മുസ്തഫ തൊട്ട് പിന്നിലുണ്ടായിരുന്നു, 76,492 വോട്ടുകൾ. അങ്ങനെ നേരിയ ഭൂരിപക്ഷത്തിൽ മാത്രം അവിടെ നജീബ് കാന്തപുരത്തിൻ്റെ വിജയം പെരിന്തൽമണ്ണയിൽ സംഭവിക്കുന്നു. കുറ്റ്യാടിയിലേക്ക് പോകുമ്പോൾ 333 വോട്ടുകൾ. അതിൽ KP കുഞ്ഞഹമ്മദ് കുട്ടി മാസ്റ്റർക്ക് വിജയം 80,143 പാറക്കൽ അബ്ദുള്ള 79,810 വോട്ടുകളും. വെറും 333 വോട്ടുകളുടെ മാത്രം ഭൂരിപക്ഷം. അതേസമയം മഞ്ചേശ്വരത്ത് അതിശക്തമായ ത്രികോണ പോരാട്ടം. അവിടെ സംഭവിച്ചത് AKM അഷ്റഫിൻ്റെ വിജയം ഉണ്ടാവുന്ന വെറും 745 വോട്ടുകൾ. വലിയ തെരഞ്ഞെടുപ്പ് പോരിലേക്കും പിന്നീട് നിയമക്കുരുക്കളിലേക്കും ഒക്കെ പോയ തെരഞ്ഞെടുപ്പ് പോരാട്ടമായിരുന്നു കഴിഞ്ഞ തവണ മഞ്ചേശ്വരത്ത് സംഭവിച്ചത്. മഞ്ചേശ്വരത്ത് എന്തായാലും AKM അഷ്റഫിൻ്റെ വിജയം വെറും 745 വോട്ടുകൾക്ക്. 60,758 AKM അഷ്റഫും K സുരേന്ദ്രൻ 60,013 വോട്ടുകൾ നേടി എന്നതാണ് മഞ്ചേശ്വരത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം. തൃശ്ശൂരിലേക്ക് പോകുമ്പോൾ തൃശ്ശൂരാണ് യഥാർത്ഥ ത്രികോണ ചിത്രം സംഭവിച്ചിരിക്കുന്നത്. P ബാലചന്ദ്രൻ വിജയിക്കുന്ന വെറും 946 വോട്ടുകൾക്കാണ്. അവിടെ 44,263 വോട്ടുകൾ ബാലചന്ദ്രനും പത്മജ വേണുഗോപാൽ 43, 317, സുരേഷ് ഗോപി 40, 457. അതിശക്തമായ ത്രികോണ പോര തൃശ്ശൂരിൽ. താനൂരിലേക്ക് പോകുമ്പോൾ ചിത്രം ഇതായിരുന്നു. താനൂരിൽ
വെറും 985 വോട്ടുകളാണ് സംസ്ഥാന മന്ത്രിസഭയിലേക്ക് എത്തിയ വി അബ്ദുറഹ്മാൻ അവിടെ നേടിയത് എന്നതാണ് രാഷ്ട്രീയ ചിത്രം. അതായത് 985 വോട്ടുകൾ. തൊട്ടു പിന്നിൽ പി കെ ഫിറോസ് ഒരു വലിയ മുന്നേറ്റം നടത്തുമെന്ന് പ്രതീക്ഷിച്ചതാണ്. പക്ഷേ അവസാനം കീഴടങ്ങുകയായിരുന്നു പി കെ ഫിറോസിൻ്റെ വിധി. തൃപ്പൂണിത്തറയിലേക്ക് പോകുമ്പോൾ തൃപ്പൂണിത്തറയിൽ കെ ബാബുവിനെ അട്ടിമുറിച്ച് എം സ്വരാജ് മണ്ഡലം 2016 നേടിയെങ്കിൽ 2021 വരുമ്പോൾ കെ ബാബു തിരികെ വരുന്നു. പക്ഷേ സംഭവിച്ചത് വെറും 992 വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ്. അവിടെ BJPയുടെ വോട്ട് ശതമാനത്തിലുണ്ടായ കുറവും കഴിഞ്ഞ തവണ ശ്രദ്ധേയമാണ്. അങ്ങനെയെങ്കിൽ ആ ട്രെൻഡ് ഇത്തവണ സംഭവിക്കുമോ എന്നതും കാത്തിരിക്കണം. കാരണം തൃപ്പൂണിത്തറയുടെ രാഷ്ട്രീയം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം മറ്റൊന്നായി മാറിയിട്ടുണ്ട്. BJPയുടെ വലിയ മുന്നേറ്റം അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനം വീണ്ടും ഉണ്ടാകുമോ? ഈ തെരഞ്ഞെടുപ്പ് പോലെ അവിടെ പ്രതിഫലിക്കുമോ? കാത്തിരുന്ന് കാണണം. മറ്റൊന്ന് ചാലക്കുടിയാണ്. ചാലക്കുടി ഇടതുപക്ഷം കേരള കോൺഗ്രസ് എമ്മിന് കൈമാറിയ മണ്ഡലമായിരുന്നു കഴിഞ്ഞ തവണ. അവിടെ കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയെ ഡെന്നീസ് കെ ആന്റണിയാണ് മത്സരിച്ചത്. സംഭവിച്ചതോ BD ദേവസി എന്ന വലിയ ജനപ്രീതിയുള്ള നേതാവിനെ മാറ്റി നിർത്തി ഇടതുപക്ഷം കേരള കോൺഗ്രസിന് കൈമാറിയ സീറ്റ് LDFന് നഷ്ടപ്പെടുകയാണ് ചെയ്തത്. പക്ഷേ വെറും 1057 വോട്ടുകൾക്ക് മാത്രമാണ് സനീഷ് കുമാർ ജോസഫ് UDF സ്ഥാനാർത്ഥിയെ അവിടെ വിജയിക്കുന്നത് എന്നതായിരുന്നു രാഷ്ട്രീയ ചിത്രം. ഇത്തവണത്തെ നീക്കം ശ്രദ്ധേയമാണ്. പീരുമേട് മലയോര മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ സ്ഥിരമായി ഇടതുപക്ഷം CPI സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരുന്ന ഇടത്ത് കഴിഞ്ഞ തവണ സംഭവിച്ചത് നേരിയ മാർജിനിൽ മാത്രം ഇടതുപക്ഷം വിജയിച്ചു എന്നതാണ് അവിടെ സംഭവിച്ചത്. വാഴൂർ സോമൻ എന്ന സ്ഥാനാർത്ഥി 1835 വോട്ടുകൾക്ക് മാത്രം വിജയിക്കുമ്പോൾ സിറിയക് തോമസ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. അതായത് ഇത്തവണ 2026 പോകുമ്പോൾ UDFന് വലിയ പ്രതീക്ഷകളും ഏറെ ചർച്ചകളും നടക്കുന്ന മണ്ഡലം കൂടിയായി പീരുമേട് മാറിയിട്ടുണ്ട് എന്നതാണ് സാഹചര്യം. അതുകൊണ്ട് പീരുമേടിൻ്റെ 2021 രാഷ്ട്രീയ ചിത്രം വീണ്ടും ആവർത്തിക്കപ്പെടുമോ? കാത്തിരുന്ന് കാണണം പീരുമേടിൻ്റെ ജനവിധിക്കായി. റാന്നിയിലേക്ക് പോകുമ്പോൾ റാന്നിയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ റാന്നി ഇടതുപക്ഷം അവിടെ CPM അവരുടെ സിറ്റിംഗ് സീറ്റ് കൈമാറിയതാണ് കേരള കോൺഗ്രസ് എമ്മിന് സംഭവിച്ചത്. പക്ഷേ കടുത്ത വെല്ലുവിളി പരാജയത്തിൻ്റെ വക്കിൽ നിന്നാണ് വിജയം നേടിയെടുക്കാൻ കഴിഞ്ഞത്. വെറും 1285 വോട്ടുകൾക്ക് മാത്രമാണ് അവിടെ പ്രമോദ് നാരായണൻ വിജയിച്ചത് എന്നതാണ് കഴിഞ്ഞ തവണത്തെ ചിത്രം. വീണ്ടും അത് ആവർത്തിക്കപ്പെടുമോ? എന്താണ് പ്രമോദ് നാരായണൻ വീണ്ടും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ കഴിയുമോ? കാത്തിരിക്കണം അവിടുത്തെ വിധിക്ക് വേണ്ടി. ചവറയിലേക്ക് വരുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1096 വോട്ടുകൾക്ക് മാത്രം ചവറയിൽ വിജയം നേടി എന്നതാണ് സുജിത് വിജയൻപിള്ളയുടെ സാഹചര്യം. ഇത്തവണ അവിടെ അട്ടിമറി വിജയം തന്നെയാണ് UDF പ്രതീക്ഷിക്കുന്നത്. ചരടുവലികൾ ആ തരത്തിൽ സജീവമാവുകയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കഴിഞ്ഞ 2029 10 സീറ്റുകൾ നടന്ന ആ ഇഞ്ചോടിഞ്ച് പോരാട്ടം ഇത്തവണ കൂടുതൽ ഇടങ്ങളിലേക്ക് ആവർത്തിക്കപ്പെടുമോ? ആ മണ്ഡലങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ച് ഏത് തരത്തിലുള്ള നീക്കമുണ്ടാകും എന്നതും പ്രസക്തമാണ്. എന്തായാലും കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. ദളിത് ചിന്തകനായ സണ്ണി എം കബിക്കാടിനെ മത്സരിപ്പിക്കാനുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ നീക്കത്തിനെതിരെ വൈക്കം മണ്ഡലത്തിലെ കോൺഗ്രസ് നേതാക്കൾ എതിർപ്പുയർന്നതോടെ സണ്ണി കബിക്കാടിന് വൈക്കം സീറ്റ് നൽകിയേക്കില്ല. ഗാന്ധിജിയെ ഉൾപ്പെടെ നിരന്തരം വിമർശിക്കുന്നയാളാണ് സണ്ണി കബിക്കാട് എന്നാണ് ആരോപണം. വൈക്കം കാലങ്ങളായി CPI വിജയിച്ചു വരുന്ന ഒരു സീറ്റാണ്. അത് ഒരു ഇടത് കോട്ട എന്ന നിലയിൽ അറിയപ്പെടുന്നു. അവിടെയാണ് ഒരു പുതു പരീക്ഷണത്തിന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ നേതൃത്വത്തിൽ ചില നീക്കങ്ങൾ നടത്തിയത്. അവിടെയാണ് ഒരുപക്ഷെ ഇടത് ചിന്തകനും ഇടത് പ്രവർത്തകനും ദളിത് ചിന്തകനും പ്രവർത്തകനും ഒക്കെയായ സണ്ണി എം കബിക്കാടിൻ്റെ പേര് ഉയർത്തിക്കൊണ്ടുവന്നത്. അദ്ദേഹം തന്നെ ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തതാണ്, സ്ഥാനാർത്ഥിയാകാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തതാണ്. ഇതോടെയാണ് പ്രാദേശിക നേതൃത്വത്തിൻ്റെ വലിയ എതിർപ്പ് ഉണ്ടായത്. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ സണ്ണി എം കബിക്കാടിന് സീറ്റ് ലഭിച്ചേക്കില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതായത് ഗാന്ധി വിമർശകനാണ് സണ്ണി എം കബിക്കാട്. തുടർച്ചയായ പല വേദികളും ഗാന്ധിയെ തുടർച്ചയായി വിമർശിക്കുന്ന ഒരാളെ എങ്ങനെയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാക്കുക എന്ന ചോദ്യമാണ് പ്രാദേശിക നേതൃത്വം ഉന്നയിക്കുന്നത്. അവർ ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു പരസ്യ പ്രതികരണത്തിന് ഇതുവരെയും തയ്യാറായിട്ടില്ല. അങ്ങനെ പ്രതിഷേധങ്ങളിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ നേതൃത്വത്തെ തങ്ങളുടെ വികാരം അറിയിച്ചു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഈ സണ്ണി എം കബിക്കാടിലൂടെ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ കേരളത്തിലെ പിന്നാക്ക വോട്ടുകൾ തങ്ങളിലേക്ക് ആകർഷിക്കാൻ കൂടുതൽ അത് ഗുണകരമാകും. തങ്ങൾ ഇത്തരം ആളുകളെ പരിഗണിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടാനാണ് ഫലത്തിൽ കോൺഗ്രസ് ശ്രമിച്ചിരുന്നത്. അതേസമയം തന്നെ പ്രാദേശിക നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്ന ഇങ്ങനൊരാളെ ആക്കുമ്പോൾ തിരിച്ചുള്ള പ്രതികരണവും ഉണ്ടാകും. ഒരു ഗാന്ധി വിമർശകനെ എങ്ങനെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കുന്നത് എന്ന ചോദ്യവും ഉണ്ടാകുമെന്നവർ വിലയിരുത്തുകയാണ്. എന്തായാലും നിലവിൽ ഉണ്ടാകുന്ന ചർച്ചകൾ അനുസരിച്ച് നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഒരുപക്ഷെ സണ്ണി എം കബിക്കാടിന് സീറ്റ് നൽകാനുള്ള തീരുമാനത്തിൽ നിന്ന് UDF സംസ്ഥാന നേതൃത്വം പിൻവാങ്ങാനാണ് സാധ്യത. ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിൽ LDF അധര വ്യായാമം നടത്തുന്നുവെന്ന് PK കുഞ്ഞാലിക്കുട്ടി. അതിന് മെനക്കെട്ടിട്ട് കാര്യമില്ല, സമുദായ ഐക്യം അനിവാര്യമാണ്, സംഘടനകൾ തമ്മിൽ യോജിക്കണമെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. എപ്പോഴും സമുദായ ഐക്യവും സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യവും അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം തന്നെ. എല്ലാ
സംഘടനകളും യോജിക്കണം. അതുപോലെ തന്നെ എല്ലാ സമുദായങ്ങളും യോജിക്കണം. സാമുദായിക യോജിപ്പുണ്ടാകണം. സമുദായങ്ങൾ തമ്മിൽ യോജിപ്പുണ്ടാകണം. അത് വളരെ അനിവാര്യമാണ് എന്നുള്ളത് ഞങ്ങളുടെ പ്രഖ്യാപിത നയമാണ്. അപ്പൊ അതുകൊണ്ട് അത് ഏത് തരത്തിലാണെങ്കിലും നല്ലതാണ്. ആശയപരമായി ഒക്കെ തീർച്ചയായും വ്യത്യാസം ഉള്ള സംഘടനകളാണ് അതൊക്കെ. അത് അവർ വളരെ നന്നായി അവരവരുടെ ആശയം പ്രചരണം നടത്തും. സമസ്തയുടെ ഈ കാര്യത്തിലൊക്കെയുള്ള സമീപനം വളരെ കാലമായിട്ട് നമുക്കൊക്കെ അറിയുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ കൊണ്ടുവന്ന് UDF രാഷ്ട്രീയം LDF രാഷ്ട്രീയവുമായി കൂട്ടിക്കൊടുക്കണ്ട. അതിൽ കാര്യമില്ല. കാരണം UDF രാഷ്ട്രീയം LDF രാഷ്ട്രീയവുമായി അത് കൊണ്ടൊന്ന് കൂട്ടിക്കൊടുത്ത് മുതലെടുക്കാൻ കഴിയില്ല. കാരണം LDF വളരെ കാലം കൊണ്ടുവരുന്ന ഒരു പ്രസ്ഥാനം, അതിനെ UDFനുണ്ടെന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ അഭിപ്രായം വെച്ച് അതിന് മുതലെടുക്കാൻ ഏതായാലും LDFന് കഴിയും. ആ കാര്യം ഉറപ്പാണ്. കാരണം LDF ചെയ്ത കുറ്റത്തിന്റെ മറുപടി അവർ ആദ്യം പറയണ്ടേ. അത് പറയാതെ ഇതിങ്ങനെ അവരെ പോസ്റ്ററും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന ഒന്നിച്ചിരിക്കുന്ന ഫോട്ടോകളും അവർ പറഞ്ഞതും ഒക്കെ ഇവിടെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ വെറുതെ ഈ അതര വ്യായാമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പത്രക്കാരെങ്കിലും അതിൽ നിന്ന് മാറി. പാലായിൽ തെരഞ്ഞെടുപ്പ് അംഗത്തിന് തുടക്കം കുറിച്ച് ജോസ് കെ മാണി, മാണി സി കാപ്പൻ ഏറ്റുമുട്ടൽ. കഴിഞ്ഞ 5 വർഷം വികസന സമിതി യോഗത്തിൽ പങ്കെടുക്കാനോ പുതിയ പദ്ധതികൾ കൊണ്ടുവരാനോ മാണി സി കാപ്പന് സാധിച്ചിട്ടില്ലെന്ന് ജോസ് കെ മാണി വിമർശിച്ചു. എന്നാൽ ജോസ് കെ മാണി തന്നെയാണ് പാലായുടെ വികസനം മുടക്കിയെന്നായിരുന്നു കാപ്പന്റെ മറുപടി. തോൽക്കുമെന്ന ഭയമാണ് ജോസിനെന്നും മാണി സി കാപ്പൻ തിരിച്ചടിച്ചു. പാലയിലൊരു തെരഞ്ഞെടുപ്പ് അംഗത്തിന് തുടക്കമായിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ജോസ് കെ മാണി, മാണി സി കാപ്പൻ ഏറ്റുമുട്ടൽ എന്നുള്ളതാണ്. പാലയുടെ വികസനത്തിന് വേണ്ടി കഴിഞ്ഞ 5 വർഷം ഒന്നും മാണി സി കാപ്പൻ ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം ജോസ് കെ മാണി ചൂണ്ടിക്കാണിക്കുന്നത്. ജില്ലാ വികസന സമിതി യോഗത്തിൽ പോലും പങ്കെടുക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നും വികസന ജാഥയുടെ ഭാഗമായി പാലായിലെത്തിയ ജോസ് കെ മാണി ആരോപിക്കുന്നു. ഇത്രയും വികസനം നടത്തിയപ്പോൾ ഏതെങ്കിലും ഒരു വികസന കാര്യത്തിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഇന്ന് UDF ഇന്ന് സഹായിച്ചിട്ടില്ല, പിന്താങ്ങിയിട്ടില്ല, സഹകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ജോസ് കെ മാണി വികസന മുടക്കി തന്നെയാണ് എന്ന് മറുവാദം പറയുകയാണ് മാണി സി കാപ്പൻ ചെയ്തത്. ഓരോ പദ്ധതികളും എടുത്തു പറഞ്ഞുകൊണ്ടാണ് അതിലെല്ലാം മുടക്കിയിരിക്കുന്നത് ജോസ് കെ മാണിയാണ് എന്ന് കാപ്പൻ തിരിച്ചടിക്കുന്നു. പ്രത്യേകിച്ച് പാലായിൽ വീണ്ടും മത്സരിക്കുന്നു, അതിൽ വീണ്ടും തോൽക്കും എന്നൊരു അങ്കലാപ്പാണ് ജോസ് കെ മാണിക്ക് ഉണ്ടായിരിക്കുന്നത് എന്നും അദ്ദേഹം പറയുകയാണ്. ജില്ലാ വികസന സമിതി യോഗത്തിലടക്കം പോകാത്തത്, അവിടെ പോയാൽ തന്നെ അത്തരം പദ്ധതികളെല്ലാം മുടക്കുകയാണ് ജോസ് കെ മാണി ചെയ്യുന്നത്. ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചുള്ള ആരോപണത്തിനും അത് നഗരത്തിന് പുറത്തു കൊണ്ടുവരണമെന്ന് മാത്രമാണ് താൻ പറഞ്ഞത്. കാരണം ഇപ്പോഴുള്ള ബിൽഡിങ്ങിന്റെ മാനദണ്ഡം അനുസരിച്ച് അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്നാണ് താൻ ചൂണ്ടിക്കാണിച്ചത് എന്നും കാപ്പൻ മറുപടി നൽകുന്നു. ജില്ലാ വികസന സമിതി യോഗത്തിൽ ഞാൻ അദ്ദേഹം പറഞ്ഞായിരിക്കും അവിടെ പോയിരുന്നിട്ട് ഒരു കാര്യമില്ല. കാരണം പാലയുടെ കാര്യങ്ങൾ പറയുന്നതിന്റെ മേളിലോട്ട് പോയി നടത്താൻ ആളില്ല, നടത്തി തരുന്നില്ല. ഇവർ തടസ്സം നിൽക്കുക. പിന്നെ ഇതിനവിടെ പോയി ഏത് ഗവൺമെന്റും ചെയ്യാൻ ഒരു കാര്യമാണ്. ഈ മഹാനായ ജോസ് കെ മാണി ഉണ്ടാണെങ്കിൽ കടവകളിലെ ജനങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകുന്ന വെച്ചിട്ട് അത് സാങ്ഷൻ ആക്കണമെന്ന് പറയുന്നത് ചെയ്തില്ലല്ലോ. ഇത് അതുപോലെ ഫുഡ് പാർക്കും കോൾഡ് സ്റ്റോറേജും പാലയിലെ പാവപ്പെട്ട കർഷകർക്ക് രക്ഷപ്പെട്ടനെ. എന്തായാലും പാലയിലെ ഈ LDF ജാഥയുടെ വേദി ഫലത്തിൽ ജോസ് കെ മാണി തന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഫലത്തിൽ ഒരു തുടക്കമാക്കി മാറ്റുന്നു എന്നുള്ളതാണ് ഇന്ന് കാണാൻ കഴിഞ്ഞത്. ഈ വാർത്താ സമ്മേളനത്തിലും തുടർന്ന് നടന്ന പരിപാടിയിലുമെല്ലാം അതാണ് ഉണ്ടായത്. ഇതിൽ മുന്നിൽ കണ്ടുകൊണ്ടാണ് കാപ്പനും തിരിച്ചടി നൽകുന്നത്. ജോസ് കെ മാണി മത്സരിച്ചാൽ ജയിക്കാമെന്നത് സ്വപ്നം മാത്രമാണ് എന്ന് അദ്ദേഹം കാപ്പൻ പറയുകയാണ്. മാത്രവുമല്ല, കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം തനിക്ക് കിട്ടുമെന്നും കാപ്പൻ വ്യക്തമാക്കുകയാണ്. പാലയിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്, അത് താൻ തിരിച്ചറിയുന്നു, ഇതെല്ലാം തിരിച്ചറിയുന്നുണ്ട്. ജോസ് കെ മാണിയുടെ ഇത്തരം നമ്പറുകളൊന്നും വിലപ്പോകില്ല എന്നും കാപ്പൻ മറുപടി നൽകുകയാണ്. എന്തായാലും പാലയിൽ തെരഞ്ഞെടുപ്പ് പോര് മുറുകുകയാണ്. ഷോൺ ജോർജ് കൂടി കളത്തിലെത്തുന്നതോടെ ഇനിയുള്ള ദിവസങ്ങൾ കൂടുതൽ പ്രതിവാദങ്ങൾക്കാകും പാല വേദിയാകുക. പാലായിൽ നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18. കോൺഗ്രസുമായുള്ള ഉഭയകക്ഷി ചർച്ചകളിൽ സീറ്റുകളിൽ വിട്ടുവീഴ്ച ഉണ്ടാകുമെന്ന സൂചന നൽകി PJ ജോസഫ് വിഭാഗത്തിന്റെ സീറ്റുകളിൽ കുറവുണ്ടാകും എന്ന സൂചനകൾക്കിടയിലാണ് ഈ പ്രതികരണം. ഇടുക്കി സീറ്റ് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടില്ല. 10 സീറ്റുകളും കേരള കോൺഗ്രസിന് അവകാശപ്പെട്ടതാണ്. സീറ്റുകളിൽ വെച്ചുമാറ്റമുണ്ടാവാം. ഇത്തവണ ജയമാണ് മുഖ്യമെന്നും PJ ജോസഫ് പറഞ്ഞു. കേരള കോൺഗ്രസ് ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചിരുന്ന കേരള കോൺഗ്രസ് ഒന്നേ ഉള്ളൂ. അത് കേരള കോൺഗ്രസ് തന്നെയാണ്. താല്പര്യമില്ലാത്ത കേരള കോൺഗ്രസ്. അത് ഇലക്ഷൻ കമ്മീഷൻ്റെ അംഗീകാരമുണ്ട്, ചിഹ്നമുണ്ട്. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്തു. കോട്ടയത്ത്
ആ മത്സരത്തിൽ ഫ്രാൻസിസ് ജോർജ് ജയിച്ചു, അതേ പരാജയപ്പെടുത്തിക്കൊണ്ട്. UDFൽ കോൺഗ്രസും PJ ജോസഫ് വിഭാഗവുമായുള്ള സീറ്റ് വിഭജന ചർച്ച നടക്കാനിരിക്കുകയും അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ ജോസഫ് വിഭാഗം മത്സരിച്ച 10 സീറ്റുകൾ 6 സീറ്റുകളായി വെട്ടിക്കുറയ്ക്കുമെന്ന സൂചനകൾ പുറത്തു വന്നതിനിടയിലുമാണ് PJ ജോസഫിന്റെ പ്രതികരണം എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. ഒരു പോരാട്ടത്തിനല്ല അദ്ദേഹം, ഒരു സമവായത്തിന്റെ നിർദ്ദേശം എന്ന മട്ടിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ചില അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാവുമെന്നതും ജയം ആണ് മുഖ്യമെന്നും PJ ജോസഫ് ആവർത്തിച്ചു പറയുന്നു. എന്നാൽ ഏതെങ്കിലും സീറ്റുകളുടെ കാര്യത്തിൽ ഇതുവരെയും ധാരണയായിട്ടില്ല. 10 സീറ്റുകൾ തന്നെ മത്സരിക്കണം എന്നൊക്കെ പറയുമ്പോഴും ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണ് എന്ന വ്യക്തമായ സൂചന തന്നെയാണ് നൽകുന്നത്. കഴിഞ്ഞ തവണ 10 സീറ്റുകളിലാണ് മത്സരിച്ചത്. അതിനു മുമ്പ് PJ ജോസഫ് വിഭാഗത്തിന് ജോസഫും മാണിയും ഒന്നായിരിക്കുമ്പോൾ ഉണ്ടായിരുന്നത് 6 സീറ്റുകളാണ്. മാണി വിഭാഗം വിട്ടുപോയതിനെ തുടർന്നാണ് PJ ജോസഫ് വിഭാഗത്തിന് 6 എന്നുള്ളത് 10 സീറ്റുകളിലേക്ക് വർദ്ധിപ്പിച്ച് നൽകിയത്. സ്വാഭാവികമായും ആ സീറ്റുകൾ ഇത്തവണ കുറയ്ക്കുമെന്നുള്ള നിർദ്ദേശമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ PJ ജോസഫ് വിഭാഗത്തിന് ലോക്സഭാ സീറ്റ്, ഇടുക്കി ലോക്സഭാ സീറ്റ് കോട്ടയം ലോക്സഭാ സീറ്റ് നൽകുന്ന ഘട്ടത്തിൽ തന്നെ 2 സീറ്റുകൾ കുറയ്ക്കും എന്നുള്ള ഒരു അനൌദ്യോഗികമായ ധാരണ ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ 4 സീറ്റ് കുറയ്ക്കാനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. എന്നാൽ 4 സീറ്റ് കുറയ്ക്കാൻ പറ്റില്ല എന്നുള്ള നിലപാടിലാണ് നിൽക്കുന്നത് PJ ജോസഫ് വിഭാഗം. അക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലൊരു അനൌദ്യോഗികമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. കഴിഞ്ഞ തവണ 10 സീറ്റുകൾ മത്സരിച്ചു എന്ന് പറയുമ്പോൾ തൊടുപുഴയിൽ PJ ജോസഫും കടുത്തുരുത്തിയിൽ മോൻസും ആണ് വിജയിക്കാൻ കഴിഞ്ഞത്. ബാക്കി 8ഇടത്തും പരാജയപ്പെടുകയായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം കൂടിയുണ്ട്. ഏറ്റുമാനൂര്, ചങ്ങനാശ്ശേരി, ഇടുക്കി, കോതമംഗലം, കുട്ടനാട് ഈ മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഏറ്റെടുക്കാനോ വെച്ചുമാറാനോ ഉള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചില മണ്ഡലങ്ങൾ കോൺഗ്രസ് ഏറ്റെടുക്കുക, അല്ലെങ്കിൽ ചില മണ്ഡലങ്ങൾ വെച്ചുമാറുക. ആ മണ്ഡലത്തിന് പകരം ഏറ്റുമാനൂരിന് പകരം പൂഞ്ഞാർ നൽകിയാൽ അത് നൽകാമെന്നുള്ള ഒരു അനൌദ്യോഗികമായ ധാരണയിലേക്ക് നീങ്ങുന്നുണ്ട്. മറ്റൊന്ന് പ്രധാനപ്പെട്ട മണ്ഡലം ഇടുക്കിയാണ്. ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനെ പരാജയപ്പെടുത്താൻ കഴിയുന്ന തരത്തിലേക്കുള്ള ശക്തനായ ഒരു കാൻഡിഡേറ്റ് ജോസഫ് വിഭാഗത്തിൽ നിന്നുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. പക്ഷേ ഇടുക്കി കോൺഗ്രസ് ഇതുവരെ ചോദിച്ചിട്ടില്ല എന്നുള്ള പ്രതികരണമാണ് ജോസഫിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും ഈ ചർച്ച ഇനിയും അല്പം കൂടി വൈകും എന്നുള്ള സൂചന തന്നെയാണ് അദ്ദേഹം നൽകുന്നത്. എന്നാൽ വിട്ടുവീഴ്ച ഉണ്ടാവും, ഈ 6 സീറ്റുകളിലേക്ക് കുറയും എന്നുള്ളത് അംഗീകരിക്കില്ലെങ്കിലും വിട്ടുവീഴ്ച ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ജോസഫിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. കുർബാന തർക്കത്തിൽ PFI ഇടപെടൽ ഉണ്ടായെന്ന ആരോപണത്തിൽ അന്വേഷണം വേണമെന്ന് എറണാകുളം അങ്കമാലി അതിരൂപത. ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തിന്റെ പ്രസ്താവന അതീവ ഗൗരവമുള്ളതാണ്. ആരാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞതെന്നും എന്തൊക്കെ തെളിവുകൾ ലഭിച്ചുവെന്നും ആൻഡ്രൂസ് താഴത്ത് വെളിപ്പെടുത്തണമെന്നും എറണാകുളം അങ്കമാലി അതിരൂപത ആവശ്യപ്പെട്ടു. സഭാ തലത്തിൽ അന്വേഷണം വേണമെന്ന ആവശ്യവും ഉയർന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സിറോ മലബാർ സഭയുടെ കീഴിലുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഇടപെടൽ ഉണ്ടായി എന്ന ആർച്ച് ബിഷപ്പായ മാർ ആൻഡ്രൂസ് താഴത്തിൻ്റെ വെളിപ്പെടുത്തലാണ്, ആൻഡ്രൂസ് താഴത്തിൻ്റെ പറച്ചിലാണ് പുതിയൊരു വിവാദത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. നേരത്തെ ആൻഡ്രൂസ് താഴത്തിന് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഒരു ഭരണ ചുമതല കൂടി ഉണ്ടായിരുന്ന സന്ദർഭങ്ങളിൽ ഈ സമരങ്ങൾ ഉണ്ടാവുകയും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇവിടെ ഉണ്ടാവുകയും അതിൽ ചിലതിനെല്ലാം ചർച്ചകളിലേക്കെല്ലാം തന്നെ അദ്ദേഹത്തിന് നേരിട്ട് പങ്കെടുക്കേണ്ടതുമായ അവസ്ഥകളുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം ഇവിടെ നിന്ന് ഭരണ ചുമതലയിൽ നിന്ന് മാറി. പക്ഷെ ഇപ്പോഴാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം എന്ന രീതിയിലെല്ലാം തന്നെ പറയുന്നത്. അദ്ദേഹത്തോട് ഒരു ഉദ്യോഗസ്ഥൻ, പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നടന്ന സമരങ്ങളിലെല്ലാം തന്നെ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു ഇടപെടൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിരുന്നു എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒരു വലിയ ചർച്ചകളിലേക്ക് അത് വഴിവെച്ചിരിക്കുന്നു. കാരണം ഇത് അതിരൂപതയെ തന്നെ വലിയ രീതിയിലുള്ളൊരു സംശയത്തിലേക്ക് നിലനിർത്തുന്ന രീതിയിൽ അന്ന് സമരരംഗത്തുണ്ടായിരുന്നവരെല്ലാം തന്നെ ഇങ്ങനെയൊരു സംശയത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലായിപ്പോയി ആർച്ച് ബിഷപ്പിൻ്റെ പ്രസ്താവന എന്നതാണ് അവർ പറയുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് എറണാകുളം അങ്കമാലി അതിരൂപത തന്നെയാണ് ഇപ്പോൾ വാർത്താക്കുറിപ്പ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് തുറന്നു പറച്ചിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വ്യക്തമായ വിശദാംശങ്ങൾ കൂടി അദ്ദേഹം പുറത്തുവിടേണ്ടതുണ്ട് എന്ന് പറയുന്നു. ഏത് ഉദ്യോഗസ്ഥനാണ് പറഞ്ഞത്, ഏത് സാഹചര്യത്തിലാണ്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് തെളിവുകളാണ് കൈമാറാനുള്ളത്, ഇത് പൊതുസമൂഹത്തോട് പറഞ്ഞില്ലെങ്കിലും ഈ രാജ്യത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുന്നിൽ പറയാൻ തയ്യാറാകണമെന്നത് പറയുന്നു. കാരണം ഇതൊരു അപകടകരമായ അല്ല എങ്കിൽ ഗുരുതര സ്വഭാവമുള്ള ഒരു പ്രസ്താവനയാണ്. ഈ രാജ്യത്തിൻ്റെ ഒരു മതേതരത്വ സ്വഭാവത്തെ തന്നെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരെ പുറത്ത് കൊണ്ടുവരേണ്ടതുണ്ട്. അത് ഉത്തരവാദിത്വത്തോടുകൂടി തന്നെ ആ പ്രസ്താവനയിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കാൻ ആർച്ച് ബിഷപ്പ് തയ്യാറാകണമെന്ന് തന്നെയാണ് ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപത ഔദ്യോഗികമായിട്ട് തന്നെ ആവശ്യപ്പെടുന്നത്. അത്തരം തുറന്നു പറച്ചിലുകൾക്ക് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് തയ്യാറാകേണ്ടിയിരിക്കുന്നു. അല്ലാത്ത പക്ഷം ഇത് എല്ലാവരെയും തന്നെ ഒരു സംശയത്തിൻ്റെ മുന്നിലേക്ക് നിർത്തുന്ന രീതിയിലേക്കാകും കാര്യങ്ങൾ. ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയോട് കൂറു പുലർത്തുന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാനായിട്ട് തയ്യാറാകണമെന്നതാണ് ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഈ വിഷയത്തിലുള്ള നിലപാട്.
മലപ്പുറം വിഭജനത്തിന് പുറമെ വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റങ്ങൾ ആവശ്യപ്പെട്ടുള്ള സമസ്ത പ്രമേയം UDF-നെയും LDF-നെയും ഒരുപോലെ വെട്ടിലാക്കുകയാണ്. പെരുന്നാൾ അവധി ദിവസങ്ങൾ കൂട്ടുന്നതും വെള്ളിയാഴ്ചയിലെ പരീക്ഷാ സമയ മാറ്റവും അടക്കമുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് സമസ്ത ചർച്ചയാക്കുകയാണ്. മലപ്പുറം വിഭജനത്തിന് പിന്നാലെ വിദ്യാഭ്യാസ മേഖലയിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചും സമസ്തയുടെ ഒരു സുപ്രധാന പ്രമേയം കഴിഞ്ഞ ദിവസം നടന്ന സമ്മേളനത്തിൽ അവർ അവതരിപ്പിച്ചിരുന്നു. അതിൽ പ്രധാനമായിട്ടും ആ പെരുന്നാളിന് 3 ദിവസം അവധി വേണം. അതുപോലെ തന്നെ വെള്ളിയാഴ്ചകളിൽ പ്രാർത്ഥനകൾക്കുള്ള സമയം അത് കൃത്യമായി കണ്ടെത്തേണ്ടതുണ്ട്. അത് ക്ലാസ് സമയവും പ്രാർത്ഥനാ സമയവുമായിട്ട് ബന്ധപ്പെടാൻ കഴിയുകയില്ല. അതിന് കൃത്യമായ ഒരു മാറ്റം ഈ ഒരു ക്ലാസ് സമയത്തിൽ വരുത്തേണ്ടതുണ്ട് എന്ന് തുടങ്ങി പ്രധാനപ്പെട്ട ചില ആവശ്യങ്ങളാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്. മലപ്പുറം വിഭജനത്തേക്കാൾ കൂടുതൽ ഇത് രാഷ്ട്രീയ പാർട്ടികളെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. പ്രത്യേകിച്ച് ഈ ഒരു വിഷയത്തിൽ ഇനി LDF-ൻ്റെയും UDF-ൻ്റെയും സമീപനം പ്രധാനപ്പെട്ടതാണ്. സമസ്ത മുന്നോട്ട് വെച്ച ഒരാവശ്യം സമസ്തയുടെ സ്വാഭാവികമായിട്ടും വിശ്വാസ സമൂഹവുമായിട്ട് ഇസ്ലാമിക സമൂഹവുമായി ബന്ധപ്പെടുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളാണ്. അവരത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഉന്നയിക്കുമ്പോൾ അതിനെ പൂർണ്ണമായും തള്ളിക്കളയുക അത്ര എളുപ്പമുള്ളതല്ല രാഷ്ട്രീയ പാർട്ടികൾ. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കെ സമസ്തയെ പോലെ ഒരു സംഘടന അവർ മുന്നോട്ട് വെച്ച ആവശ്യം തള്ളിക്കളയുക എന്നത് തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കുമെന്നൊരാശങ്ക സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പാർട്ടികൾക്ക് വരും. ഇത് UDF-നെയാണ് കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുക. കാരണം മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ പ്രതികരിക്കില്ല. അവർ മതസാമുദായിക സംഘടനകളുടെ കാര്യങ്ങൾ അവർ തന്നെ അവതരിപ്പിക്കട്ടെ, അവർ തന്നെ പറയട്ടെ എന്നുള്ളൊരു നിലപാടാണ് മുമ്പും സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും അവർ ആ നിലപാട് ഉറച്ചു നിൽക്കുക. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതിൽ കുറച്ചുകൂടി ഗൗരവമുണ്ട്. കാരണം ഇതിൽ അനുകൂലമായിട്ടുള്ള സമസ്ത മുന്നോട്ട് വെച്ച കാര്യങ്ങളോട് അനുകൂലമായിട്ടുള്ള സമീപനം കോൺഗ്രസ് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് മുസ്ലിം ലീഗിന് അല്ലെങ്കിൽ സമസ്തയ്ക്ക് കോൺഗ്രസ് കീഴടങ്ങുന്നു എന്ന ഒരു അത്തരത്തിലുള്ള ഒരു വിവാദമുണ്ടാക്കുകയും സ്വാഭാവികമായിട്ടും അത് RSS-ഉം അതുപോലെ തന്നെ ഹൈന്ദവ സംഘടനകളും കോൺഗ്രസിനെതിരെ പ്രചരണായുധമാക്കി ഉപയോഗിക്കുകയും ചെയ്യും. തെരഞ്ഞെടുപ്പ് തൊട്ടടുത്തതിലേക്ക് ഇത് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമൊക്കെ വലിയ തോതിൽ UDF-ന് ക്ഷീണമുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുമെന്ന് വേണം വിലയിരുത്തുവാൻ. ഈ LDF-ൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഭരിക്കുന്ന പാർട്ടിയെ സംബന്ധിച്ച് അവർക്ക് അത് നടപ്പാക്കാനുള്ള ഉത്തരവാദിത്തം കൂടിയുണ്ട് എന്നൊരു തരത്തിലായിരിക്കും അതിൻ്റെ പ്രചാരണം വരിക. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഇത്തരം കാര്യങ്ങളിൽ അവർ ഒരു മറുപടി നൽകുന്ന സാഹചര്യമായിരിക്കില്ല ഉണ്ടാവുക. ഇനി അനുകൂലമായൊരു സമീപനം സ്വീകരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഹൈന്ദവ സംഘടനകളും സമാനമായിട്ടുള്ള ആവശ്യമായി മുന്നോട്ട് വരും. ക്രൈസ്തവ സംഘടനകളും ഇതുപോലെയുള്ള ആവശ്യങ്ങളുമായി മുന്നോട്ട് വരും. അങ്ങനെ ഈ വിശ്വാസികളുടെ അവരുടെ പ്രാർത്ഥനകളും അവരുടെ വിശേഷ ദിവസങ്ങളും കഴിഞ്ഞ് സ്കൂളിൽ പഠിപ്പിക്കാൻ സമയം കിട്ടാത്തൊരു സാഹചര്യത്തിലേക്ക് അവരെത്തും. കാരണം ഒരു സാമുദായിക സംഘടന ആവശ്യപ്പെടുമ്പോൾ സമാനമായിട്ട് അതേ രീതിയിൽ അവർക്ക് പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഇതെല്ലാമാണെന്ന് പറഞ്ഞ് മറ്റ് സംഘടനകളും ആവശ്യവുമായി മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ പഠനത്തിനേക്കാൾ കൂടുതൽ വിശ്വാസത്തിനും അതിൻ്റെ ആചാരങ്ങൾക്കൊക്കെ സമയം കൊടുക്കേണ്ട സാഹചര്യത്തിലേക്കാവും കാര്യങ്ങൾ കൊണ്ടു നിർത്തുക. അപ്പോൾ അത്തരം ഒരു വിവാദങ്ങൾക്ക് അവസരം കൊടുക്കാതെ ഇതിൽ തന്ത്രപരമായ മൗനം പാലിക്കാനാണ് ഇനി ഈ വിഷയത്തിൽ ഇടത് വലത് മുന്നണികൾ നയം സ്വീകരിക്കാനുള്ള സാധ്യത. പക്ഷേ സമസ്തയ്ക്ക് ഇത് സംബന്ധിച്ചുള്ള ഒരു ഉറപ്പ് അത് വളരെ നിശബ്ദമായിട്ട് നയതന്ത്രപരമായിട്ട് അവർ അത്തരത്തിലൊരു സമീപനം സ്വീകരിക്കുമെന്ന് വേണം കരുതുവാൻ. അതൊരു നയപരമായിട്ടുള്ള സമീപനമായിട്ട് വേണം അതിനെ കാണേണ്ടത്. എന്നിരുന്നാൽ തന്നെയും തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കെ സമസ്ത മുന്നോട്ട് വെച്ച ഈ ആവശ്യങ്ങൾ അതിൽ ഒരു പരസ്യ പ്രതികരണം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇടത് വലത് മുന്നണികൾ ഒരുപോലെ തന്നെ ശ്രദ്ധ പുലർത്തുകയും അല്ലെങ്കിൽ അതിൽ വിമർശനം ഉയരാൻ സാധ്യതയുണ്ടെന്നിരിക്കെ വളരെ കരുതലോടെ പ്രതികരിക്കാനാണ് സാധ്യത. എന്തായാലും ഇത് തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നുള്ളതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ കണ്ടറിയേണ്ടത്. അഖിലോട്ട് പാർക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. നടൻ ബിജു മേനോനെതിരെ B. ഉണ്ണികൃഷ്ണൻ കരാർ പ്രകാരം സിനിമാ പ്രൊമോഷനിൽ പങ്കെടുത്തില്ല. ബിജു മേനോന്റെ പേര് പറയാൻ തനിക്ക് മടിയുമില്ല പേടിയുമില്ല. ഇതോടെ നിർമ്മാതാവിന് വലിയ നഷ്ടം വന്നുവെന്നും B. ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. മലയാള സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട നടൻ പ്രൊമോഷന് ചെല്ലാത്തതുകൊണ്ട് ഒരു നിർമ്മാതാവിന്, അദ്ദേഹം ഒരു സംവിധായകൻ കൂടിയാണ്, ഞങ്ങളുടെ മെമ്പറാണ്, 25 ലക്ഷം രൂപയാണ് ചാനലിൽ നിന്ന് കിട്ടാനുള്ള തുകയിൽ കുറഞ്ഞത്. 25 ലക്ഷം രൂപ ചെറിയ തുകയാണോ അത്? അതേ നടൻ ഇപ്പോൾ ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത സിനിമയിൽ അദ്ദേഹം പ്രൊമോഷന് പോയിട്ടില്ലല്ലോ. ഞാൻ ബിജു മേനോനെ കുറിച്ച് സംസാരിക്കുന്നത്, എനിക്ക് പേര് പറയാനൊന്നും ഒരു മടിയുള്ള ആളല്ല. അദ്ദേഹം പോയിട്ടില്ലല്ലോ. ഇതെന്താ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ കരാറിലുള്ള കാര്യമല്ലേ പ്രൊമോഷൻ എന്നുള്ളത്? അല്ലേ? അത് പാലിക്കപ്പെടാത്തപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ വേതന വ്യവസ്ഥയിൽ തർക്കിക്കുന്ന ഒരു കാർക്കശ്യം ഉണ്ടല്ലോ, അതിൻ്റെ 10% നിങ്ങൾ അവിടെ കാണിക്കുകയെ.
ഒരു പടം പ്രൊമോട്ട് ചെയ്യാനുള്ള ബാധ്യത എനിക്കാണെന്നൊരു കരാറിൽ എഴുതി ഒപ്പിട്ട ശേഷം പോവാതിരിക്കുക. അതിന് മുകളിൽ നിർമ്മാതാവിന് 25 ലക്ഷം രൂപ നഷ്ടപ്പെടുക. ഇപ്പോൾ വന്ന സിനിമയിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയുടെ മരണശേഷം കമ്പനിയുടെ ആദ്യ വാർത്താ സമ്മേളനം ഇന്ന് നടക്കും. ഇന്ന് വൈകിട്ട് കൊച്ചിയിൽ 4 മണിക്കാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് MD TA ജോസഫ് മാധ്യമങ്ങളെ കാണുക. കമ്പനിയുടെ ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ച് വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കും. റോയുടെ മരണം, തുടർന്നുള്ള അന്വേഷണം തുടങ്ങിയ കാര്യങ്ങളിൽ ഗ്രൂപ്പിന്റെ പ്രതികരണം ഉണ്ടാകുമോ എന്നതാണ് നിർണായകം. അതേസമയം കേസ് അന്വേഷണത്തിനായി പ്രത്യേക അന്വേഷണ സംഘം ഉടൻ തന്നെ കൊച്ചിയിലെത്തും. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് SITയുടെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ സംഘം കൊച്ചിയിലെത്തി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവെടുപ്പുകളും പരിശോധനകളും നടത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം CJ റോയുടെ ആത്മഹത്യക്കുറിപ്പിന് സമാനമായിട്ടുള്ള ഡയറി കുറിപ്പിൽ പറയുന്നത് തന്റെ വിദേശത്തുള്ള പല നിക്ഷേപത്തിലും തിരിച്ചടി നേരിട്ടു എന്നതാണ്. അതോടൊപ്പം തന്നെ കേരളത്തിലും അദ്ദേഹം വലിയ രീതിയിലേക്ക് പണം ഇൻവെസ്റ്റ് ചെയ്യാനായി തീരുമാനിച്ചിരുന്നു. സംരംഭകരെ സ്വാഗതം ചെയ്തിരുന്നു. അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നടക്കുന്നതിനിടയിൽ ഈ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ തുടർന്ന് പലരും ഈ ബന്ധത്തിൽ നിന്നും ഈ ഒരു ഇൻവെസ്റ്റിൽ നിന്നും പിന്മാറിയിരുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പടരുകയും കോൺഫിഡന്റ് ഗ്രൂപ്പ് തകർച്ചയുടെ വക്കിലാണ് എന്ന പ്രചാരണമൊക്കെ വരികയും ഒക്കെ ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് ഇന്ന് ഒരു വാർത്താ സമ്മേളനം നടത്താനായി തീരുമാനിച്ചിരിക്കുന്നത്. വൈകിട്ട് 4 മണിക്കായിരിക്കും ഈ വാർത്താ സമ്മേളനം നടക്കുക. അതിൽ നേരത്തെ തന്നെ CJ റോയുടെ മകൻ പറഞ്ഞിരുന്നു, അദ്ദേഹം വ്യക്തമാക്കിയത് കമ്പനി യാതൊരു വിധത്തിലുള്ള നഷ്ടത്തിലുമില്ല, ലാഭത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അഭ്യൂഹങ്ങളെ പൂർണ്ണമായും തള്ളുന്ന പ്രതികരണമായിരുന്നു മകന്റെ ഭാഗത്ത് നിന്നും വന്നിരിക്കുന്നത്. എന്തായാലും ഇതിലൊക്കെ കുറച്ചുകൂടി ആധികാരികതയും അല്ലെങ്കിൽ സ്ഥിരീകരണം വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്, വിശദീകരണം നടത്തുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ഇന്ന് കോൺഫിഡന്റ് ഗ്രൂപ്പ് പത്രസമ്മേളനം നടത്താനായി തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ MD TA ജോസഫ് ആയിരിക്കും ഇന്ന് പത്രസമ്മേളനം നടത്തുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ SIT സംഘം ഉടനെ കേരളത്തിലെത്തി ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ വിശദമായി ചോദ്യം ചെയ്യും. അതിൽ CJ റോയുടെ സുഹൃത്തുക്കളെയും ഒക്കെ ചോദ്യം ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ നടത്തിയ അന്വേഷണങ്ങളിലൊന്നും CJ റോയുടെ മരണത്തിന് യഥാർത്ഥ കാരണം എന്ത് എന്നിപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കേന്ദ്ര ഏജൻസി ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിനെ തുടർന്നായിരുന്നു അദ്ദേഹം സ്വയം വെടി വെച്ചു മരിച്ചത്. എറണാകുളം പെരുമ്പാവൂരിൽ അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങളിൽ പരിശോധന ശക്തമാക്കി പോലീസ്. ഭായ് കോളനിയിൽ നടത്തിയ പരിശോധനയിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് 9 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ലോഡ്ജുകളിൽ നടന്ന പരിശോധനയിൽ രേഖകളില്ലാതെ താമസിച്ച 3 സ്ത്രീകളെ കസ്റ്റഡിയിലെടുത്തു. രാജ്യത്തെ ജനസംഖ്യ അസന്തുലിതാവസ്ഥയ്ക്ക് കാരണം മതപരിവർത്തനവും നുഴഞ്ഞുകയറ്റവും കുറഞ്ഞ ജനന നിരക്കുമാണെന്ന് RSS സർസംഘചാലക് മോഹൻ ഭഗവത്. നിർബന്ധിച്ചും പ്രലോഭനത്തിലൂടെയും മതത്തിൽ ആളെ കൂട്ടുന്നതിന് അദ്ദേഹം അപലപിച്ചു. രാജ്യത്ത് ഭൂരിപക്ഷ ന്യൂനപക്ഷ സമുദായങ്ങളില്ലെന്നും എല്ലാവരും ഒരു സമൂഹമാണെന്നും RSS ശതാബ്ദിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സംവാദ പരിപാടിയിൽ മോഹൻ ഭഗവത് പറഞ്ഞു. ലോക്സഭാ സ്പീക്കർക്കെതിരെ അവിശ്വാസ നോട്ടീസ് നൽകാൻ ഇന്ത്യ സഖ്യം. രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കാത്തതും വനിതാ MPമാർക്കെതിരെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞുവെന്നും ചൂണ്ടിക്കാണിച്ചാണ് നോട്ടീസ്. ഇന്ന് സഭ സമ്മേളിച്ച ഉടൻ രാഹുൽ ഗാന്ധി സംസാരിക്കാൻ എഴുന്നേറ്റെങ്കിലും ചോദ്യോത്തരവേളയിൽ അനുവദിക്കാനാവില്ലെന്നായിരുന്നു സ്പീക്കറുടെ നിലപാട്. പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിച്ചതോടെ സഭ നിർത്തിവെച്ചു. 12 മണിക്ക് സഭ വീണ്ടും സമ്മേളിച്ചപ്പോഴും ബഹളം തുടർന്നു. രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കാത്തത് രാജ്യസഭയിലും പ്രതിപക്ഷം ഉന്നയിച്ചു. നിർധനരായ രോഗികളെ സഹായിക്കാനും മരുന്നുകൾ വില കുറച്ച് നൽകാനുമായി തണൽ സംഘടനയുമായി സഹകരിച്ച് മലബാർ ചാരിറ്റബിൾ ട്രസ്റ്റ് നടപ്പാക്കുന്ന മെഡിക്കൽ ഫാർമസി കോഴിക്കോട് നടക്കാവ് പ്രവർത്തനം തുടങ്ങി. MK രാഘവൻ MP ഫാർമസി ഉദ്ഘാടനം ചെയ്തു. മലബാർ ഗോൾഡ് ചെയർമാൻ MP അഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. തണൽ ചെയർമാൻ ഡോക്ടർ ഇദ്രിസ് അധ്യക്ഷനായി. തോട്ടത്തിൽ രവീന്ദ്രൻ MLA മുഖ്യാതിഥിയായി. മലബാർ ഗോൾഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ വീരാൻകുട്ടി, AK നിഷാദ്, ഇഗ്ര എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ അൻവർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളിലും മെഡിക്കൽ ഫാർമസികൾ ആരംഭിക്കാനാണ് മലബാർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ തീരുമാനം. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 14,560 രൂപ, പവന് 1,16,480 രൂപ. സ്വർണം 18 കാരറ്റ് ഗ്രാമിന് 12,035 രൂപ, പവന് 96,280 രൂപ.
വെള്ളി ഗ്രാമിന് 300 രൂപ, കിലോഗ്രാമിന് 3 ലക്ഷം രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Kavita Gold and Diamonds, the versatile jeweler. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ഇനി സ്പോട്ട് ലൈവിൽ ടോം കുര്യാക്കോസ് ചേരും.